Good morning. Good morning. Okay. Okay, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ? ഗുഡ് മോർണിംഗ്. തുടങ്ങാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ നബിയ, ഗുഡ് മോർണിംഗ്. ഓൺ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഓൺ മ്യൂട്ട് ചെയ്യാണ്. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ഡയാലിസിസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഫിനിഷ് ചെയ്തത് കേട്ടോ. ഓക്കെ, ആ ചാപ്റ്റർ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ആ ചാപ്റ്റർ നല്ലപോലെ പഠിക്കാം കേട്ടോ. അപ്പൊ നമ്മള് ഡയാലിസിസ് എന്താണെന്നൊക്കെ പറഞ്ഞു. 2 ടൈപ്പ് ഡയാലിസിസ് ഉണ്ട് അല്ലെ? ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്താണ്, അതുപോലെ ESKD, ഇതിന്റെ ഒരുപാട് ഷോർട്ട് ഫോമുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ എന്താണ് ഹീമോഡയാലിസിസ്, പിന്നെ ഹീമോഡയാലിസിസിൽ നമ്മുടെ വാസ്കുലർ ആക്സസ് സൈറ്റുകളെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ? AV ഫിസ്റ്റുല, AV ഗ്രാഫ്റ്റ്, അതുപോലെ വാസ്കുലർ ആക്സസ് കത്തീറ്റർ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ അതിനകത്ത് എന്തൊക്കെ പറഞ്ഞു? സൈഡ് ഇഫക്റ്റുകളെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? പൊതുവായിട്ട് കണ്ടുവരുന്ന ഹീമോഡയാലിസിസിലും പെരിറ്റോണിയൽ ഡയാലിസിസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതിൽ 3 ടൈപ്പ് ഉണ്ട് കേട്ടോ. CCPD, CAPD, IPD, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞത് ഏതാണ്? CRRT അല്ലെ? കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി, ICU പേഷ്യൻസിനായിട്ട് കൊടുക്കുന്ന ഡയാലിസിസ് ആണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. പിന്നെ പൊതുവെ ഹീമോഡയാലിസിസിലും പെരിറ്റോണിയൽ ഡയാലിസിസിലും കണ്ടുവരുന്ന സൈഡ് ഇഫക്റ്റുകൾ എന്തൊക്കെയാണ് അല്ലെ? അതൊക്കെ കണ്ടു. പിന്നെ എന്താണ് ഡയാലിസിസ് സെന്റർ, പിന്നെ ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, ഇത്രയും അതിനകത്ത് പഠിക്കാനുള്ളൂ കേട്ടോ. അത് നല്ലപോലെ വായിച്ച് മനസ്സിലാക്കുക. മോക്ക് ടെസ്റ്റുകളൊക്കെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ആ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു. നമുക്ക് ഇതൊരു കുട്ടിയൊരു ചാപ്റ്റർ നമുക്ക് തുടങ്ങാം. ഓക്കെ, നമ്മളിപ്പോ എടുക്കുന്നത് സെക്കൻഡ് മൊഡ്യൂളിലെ ചാപ്റ്റർ ആണ് കേട്ടോ. സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന ചാപ്റ്ററുകളാണ് കേട്ടോ ഇപ്പൊ എടുക്കുന്നത്. ഓക്കെ, ഞാൻ ഫസ്റ്റ് മൊഡ്യൂളിൽ എനിക്ക് അസൈൻ ചെയ്തിരുന്ന ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ സെക്കൻഡ് തുടങ്ങി കേട്ടോ. അപ്പൊ ഇത് നമ്മൾ പുതിയൊരു ചാപ്റ്റർ ആണ് തുടങ്ങാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, ചാപ്റ്ററിന്റെ പേര് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ചാപ്റ്റർ നമ്പർ 17, ലബോറട്ടറി സർവീസ്. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചോ? ലബോറട്ടറി സർവീസ് കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് ഉള്ളവര് ഒന്ന് പേജ് നമ്പറും ആ ഒരു പേജ് നമ്പറും ചാപ്റ്ററിന്റെ ആ ഒരു നമ്പറും ഒക്കെ ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ടെക്സ്റ്റ് ഉള്ളവർക്ക് എളുപ്പമായിരിക്കും. ബാക്കിയുള്ളവരൊന്ന് നോട്ട് ചെയ്ത് വരിക കേട്ടോ. ചാപ്റ്റർ നമ്പർ 3 ആയിട്ടാണ് വരുന്നത്. ഓക്കെ, പേജ് നമ്പർ 17 കേട്ടോ. ഇനിയും ടെക്സ്റ്റ് കിട്ടാത്തവരുണ്ടോ? ഇനിയും ടെക്സ്റ്റ് കിട്ടാത്തവരുണ്ടോ നമ്മുടെ ക്ലാസ്സില്? ടെക്സ്റ്റ് മേടിച്ചു എല്ലാവരും? ഓക്കെ, ശരി. അപ്പോ അടുത്ത ലബോറട്ടറി സർവീസ് ആണ് കേട്ടോ. ലബോറട്ടറി സേവനങ്ങളെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോ ലാബ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലെ? ലബോറട്ടറി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? നമ്മൾ എവിടെയാണ് ലബോറട്ടറി സർവീസ്, ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് പെടുന്നത്? ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്? നമ്മൾ ഡിപ്പാർട്ട്മെന്റ്സ് പഠിച്ചതാണ് അല്ലെ? ഓക്കെ, അപ്പൊ നമ്മള് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു. അതിനകത്ത് ഏത് ഡിപ്പാർട്ട്മെന്റിനകത്താണ് ലബോറട്ടറി സേവനങ്ങൾ വരുന്നത്? ഏത് ഡിപ്പാർട്ട്മെന്റിനകത്താണ്? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണോ, അതോ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണോ, ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ് ആണോ? ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പറഞ്ഞേ? വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. ജുഹാന, ശ്രീന്ദു, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ? ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് വരുന്നത്? സപ്പോർട്ടീവ്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ അലിസ്മ. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ? അതിനകത്ത്
ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തിലാണ് ഏത് ഡിപ്പാർട്ട്മെന്റ് വരുന്നത്? ലബോറട്ടറി സർവീസുകൾ വരുന്നത്. നമ്മൾ ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽ രണ്ടെണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ. ലബോറട്ടറി സർവീസും പഠിക്കാനുണ്ട്, റേഡിയോളജി സർവീസസും പഠിക്കാനുണ്ട്. ഓക്കെ, ഹോസ്പിറ്റലിൽ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് സപ്പോർട്ടീവ് ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ് ആണ് ലബോറട്ടറി സർവീസസ് എന്ന്. ലാബ് എന്താണെന്നുള്ളതൊക്കെ നമുക്കറിയാം അല്ലെ. നമുക്കറിയാം ഒരു 70% അസുഖങ്ങളും നമ്മൾ നിർണ്ണയിക്കുന്നത് ഇത്തരത്തിലുള്ള ലാബ് ടെസ്റ്റുകളിലൂടെയാണ് അല്ലെ. സാധാരണഗതിയിൽ നമ്മളൊരു പനി വരുന്നു, നമ്മൾ ഡോക്ടറെ കാണാനായിട്ട് പോകുന്നു, ഡോക്ടർ നമ്മളെ ഫിസിക്കൽ എക്സാമിനേഷൻ ഒക്കെ നടത്തിയിട്ട് 3 ദിവസത്തേക്കൊക്കെ നമുക്ക് പൊതുവെ മരുന്ന് തരും അല്ലെ. ഒരു മരുന്ന് കഴിച്ചിട്ട് ഡോക്ടർ എന്താ പറയാ, 3 ദിവസം കഴിഞ്ഞിട്ട് കുറഞ്ഞിരിക്കും നമ്മളോട് വന്ന് കാണാൻ പാടില്ല നമ്മളോട്. എന്നിട്ട് എന്ത് പറയും, പിന്നീട് മാറിയില്ലെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ ഡോക്ടർ എന്താ പറയുക, ഒന്നെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റോ അല്ലെങ്കിൽ ഒരു യൂറിൻ ടെസ്റ്റിനൊക്കെ ഡോക്ടർ എഴുതി തരും, അല്ലെങ്കിൽ ഒരു CBC ടെസ്റ്റിനൊക്കെ ഡോക്ടർ എഴുതി തരും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ രോഗം എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് ഡയഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ബയോളജിക്കൽ സ്പെസിമെൻസിനകത്ത് അല്ലെ. എന്താണ് ബയോളജിക്കൽ സ്പെസിമെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്നും കളക്ട് ചെയ്യുന്ന മെറ്റീരിയലുകളെയാണ് നമ്മള് ബയോളജിക്കൽ സ്പെസിമെൻസ് അഥവാ ക്ലിനിക്കൽ സ്പെസിമെൻസ് എന്ന് പറയുന്നത് അല്ലെ. എന്തൊക്കെ നമ്മൾ കളക്ട് ചെയ്യും? ബ്ലഡ്, യൂറിൻ, സ്റ്റൂൾസ്, സ്പ്യൂട്ടം, പ്ലാസ്മ, സെറം, അങ്ങനെ ഇതൊക്കെ എന്താണ്? ബയോളജിക്കൽ സ്പെസിമെനുകളാണ് അല്ലെ. ഇവയുടെ പരിശോധനയിലൂടെ നമുക്ക് പല വിധത്തിലുള്ള രോഗങ്ങളും എന്ത് ചെയ്യാൻ പറ്റും? ഡയഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഡയഗ്നൈസ് ചെയ്ത ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ ലബോറട്ടറി എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം, നമുക്ക് ഇഷ്ടം പോലെ ലാബുകൾ ഇന്നിപ്പോ ധാരാളം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചെറിയ ലാബുകൾ തൊട്ട് വലിയ ലാബുകൾ വരെ നമുക്ക് ധാരാളമായിട്ട് നമുക്ക് കാണാനായിട്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ലബോറട്ടറി സർവീസുകള്, പിന്നെ നമ്മൾ ലബോറട്ടറിയിൽ പലതായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഒരു ഹൈറാർക്കി നമുക്ക് പഠിക്കാനുണ്ട്. പൊതുവെ ലബോറട്ടറിയിലെ സ്റ്റാഫിങ്ങിനെ പറ്റിയിട്ട് ജസ്റ്റ് പഠിക്കാനുണ്ട്. പിന്നെ ഒരു നല്ല ലബോറട്ടറിക്ക് വേണ്ട ഫെസിലിറ്റികൾ എന്തൊക്കെയാണ്, ഒരു ലാബില് നമ്മൾ എടുക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ എന്തൊക്കെയാണ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് ലബോറട്ടറി സൈനേജുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇത് പിക്ചർ അടക്കം നിങ്ങളുടെ എന്താ പറയുക നോട്ടിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ലബോറട്ടറി മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ടെക്സ്റ്റ് ഇല്ലാത്തവര് സ്ക്രീനിൽ ശ്രദ്ധിക്കുക കേട്ടോ. ഇൻട്രൊഡക്ഷൻ. A medical laboratory or a clinical laboratory is a place where tests are done on clinical specimens to get the information about the health of a patient to help in diagnosis, treatment and prevention of disease. എന്താണ് ലബോറട്ടറി എന്നുള്ള ഒരു ഡെഫിനേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. മെഡിക്കൽ ലബോറട്ടറി അഥവാ ക്ലിനിക്കൽ ലബോറട്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് രോഗനിർണയം അല്ലെ. ഒന്ന് ഡയഗ്നോസിസ് ആണ് പറയുന്നത്, രോഗനിർണയം, അതുപോലെ തന്നെ ചികിത്സ, രോഗപ്രതിരോധം അല്ലെ, തുടങ്ങിയവയ്ക്കായിട്ട് നമുക്ക് എന്ത് വേണം? രോഗിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഫർമേഷൻസ് നമുക്ക് ലഭിക്കണം. കൃത്യമായിട്ട് നമുക്ക് രോഗം നിർണ്ണയിക്കാനും അതിനനുസരിച്ചുള്ള ചികിത്സ കൊടുക്കാനും അത്തരം രോഗങ്ങൾ വരാതെ നമുക്ക് പ്രിവെൻഷൻ ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ആ രോഗിയുടെ ഹെൽത്തിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കേണ്ടത് വേണമല്ലോ. അങ്ങനെ ഈ രോഗിയുടെ കംപ്ലീറ്റ് ഹെൽത്ത് ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ലിനിക്കൽ സ്പെസിമെൻസിൽ പരിശോധന നടത്തുന്ന ഒരു സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്? മെഡിക്കൽ ലബോറട്ടറി അഥവാ ക്ലിനിക്കൽ ലബോറട്ടറി എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. ഓക്കെ, ഇതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. മെഡിക്കൽ ലബോറട്ടറി ഓർ ക്ലിനിക്കൽ ലബോറട്ടറി, ഇറ്റ് ഈസ് എ പ്ലേസ് where the tests are done on clinical specimens to get the information about the health of the patient to help in diagnosis, treatment and prevention of diseases. Okay. അടുത്ത നോക്കൂ. Medical laboratories differ in size and complexity and so provide different types of testing services. ഇപ്പോ മെഡിക്കൽ ലബോറട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈസിലായിക്കോട്ടെ കോംപ്ലക്സിറ്റിയിലായിക്കോട്ടെ ഒരുപാട് വ്യത്യാസമുണ്ട്. എല്ലാ ലാബുകളും ഒരുപോലെയാണോ? അല്ല. ചെറിയ ലാബുകൾ തൊട്ട് വലിയ ലാബുകൾ വരെ നമുക്ക് ചുറ്റും കാണാനായിട്ട് പറ്റും അല്ലെ. ചെറിയ ലാബുകളാണെങ്കിൽ അതിനനുസരിച്ചുള്ള സേവനങ്ങൾ മാത്രമേ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുള്ളൂ, അതിനനുസരിച്ചുള്ള ഫെസിലിറ്റി അവർക്ക് ഉണ്ടായിരിക്കും.
അതേസമയം വലിയ വലിയ ലാബുകളുണ്ട് അല്ലെ, അവിടെയാകുമ്പോൾ ധാരാളം സേവനങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. കാര്യം അതിനനുസരിച്ചുള്ള ഫെസിലിറ്റികൾ അവർക്ക് ഉണ്ട്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് മെഡിക്കൽ ലബോറട്ടറി എന്ന് പറഞ്ഞാൽ അത് സയൻസ് ആയി കഴിഞ്ഞാൽ അതിന്റെ സൈസിലും കോംപ്ലക്സിറ്റിയിലും ഒക്കെ വ്യത്യാസമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പല റേഞ്ച് ഓഫ് സേവനങ്ങളാണ് ഓരോ ലാബുകളും എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വേറൊരു ഡെഫിനിഷൻ പറയാണ് മെഡിക്കൽ ലബോറട്ടറിക്ക്. മറ്റൊരു ഡെഫിനിഷൻ ആണ് അടുത്തത് പറയുന്നത്. മെഡിക്കൽ ലബോറട്ടറി ഈസ് എ പാർട്ട് ഓഫ് ദ ലബോറട്ടറി ദാറ്റ് ഈസ് എക്യുപ്ഡ് വിത്ത് ദ വാരിയസ് ബയോമെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, equipments, materials and reagents, that means chemicals, for carrying out different laboratory investigative activities by using biological specimens. ഏതൊക്കെയാണ് ബയോളജിക്കൽ സ്പെസിമെൻസിനകത്ത് വരുന്നത്? ഹോൾ ബ്ലഡ്, സെറം, പ്ലാസ്മ, യൂറിൻ, സ്റ്റൂൾ, എക്സെട്ര. ഓക്കെ, എന്താണ് പറയുന്നത്? നമ്മൾ വിവിധ തരത്തിലുള്ള ലബോറട്ടറി പ്രവർത്തനങ്ങൾ, ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻസ് നടത്തുന്നതിനായിട്ട് ബയോളജിക്കൽ സ്പെസിമെൻസിനകത്ത് ഏതൊക്കെയാണ് ബയോളജിക്കൽ സ്പെസിമെൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് കളക്ട് ചെയ്യുന്ന മെറ്റീരിയലുകൾ അല്ലെ, അതിനെയാണ് നമ്മൾ ബയോളജിക്കൽ സ്പെസിമെൻ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഹോൾ ബ്ലഡ് അല്ലെ, ബ്ലഡ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. സെറം അല്ലെ, സെറം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ബ്ലഡിന്റെ തന്നെ ക്ലിയർ പോർഷൻ ആണ് കേട്ടോ. അതായത് നമ്മുടെ ബ്ലഡിനകത്ത് ബ്ലഡ് സെല്ലുകൾ ഉണ്ട് അല്ലെ, രക്തകോശങ്ങളുണ്ട്, പ്ലാസ്മയുണ്ട്. ഇതിനെയൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്ലിയർ ലിക്വിഡിനെയാണ് നമ്മൾ സെറം എന്ന് പറയുന്നത് കേട്ടോ. ഈ സെറം ടെസ്റ്റിലൂടെ നമുക്ക് പല വിധത്തിലുള്ള സ്പെഷ്യൽ ആന്റിബോഡീസുകളുടെ സാന്നിധ്യം ഉണ്ടോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള ബ്ലഡ്, സെറം, പിന്നെ എന്താണ് പ്ലാസ്മ, പിന്നെ യൂറിൻ, സ്റ്റൂൾ, ഇതൊക്കെയാണ് ബയോളജിക്കൽ സ്പെസിമെൻസ് അല്ലെ. ഇത്തരം സ്പെസിമെൻസിൽ പരിശോധന നടത്തുന്നതിനായിട്ട് ബയോമെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റുകളും എക്യുപ്മെന്റുകളും മറ്റുള്ള മെറ്റീരിയലുകൾ, റിയേജൻസുകളൊക്കെ ഉപയോഗിക്കുന്ന എന്താണ് ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ ലബോറട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ലാബ് എന്നുള്ളതിനെ പറ്റിയുള്ളൊരു ഡെഫിനേഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ലാബ് എന്താന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലെ? ഓക്കെ അല്ലേ? ഒന്ന് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ വായിക്കാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കിയേ. A medical laboratory or clinical laboratory is a place where the tests are done on clinical specimens to get the information about the health of a patient to help in diagnosis, treatment and prevention of diseases. Okay. Medical laboratories differ in size and complexity and so provide different types of testing services. ഇനി വേറൊരു ഡെഫിനേഷൻ എങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്? മെഡിക്കൽ ലബോറട്ടറി is a part of the laboratory that is equipped with the various biomechanical instruments, equipments, materials and reagents, that means chemicals, for carrying out the different laboratory investigative activities. Good morning, Sharanya. By using biological specimens. Okay, specimens in the നമ്മൾക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന മെറ്റീരിയലുകൾ, അതിനെയാണ് നമ്മൾ ബയോളജിക്കൽ സ്പെസിമെൻസ് അഥവാ ക്ലിനിക്കൽ സ്പെസിമെൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പറയുന്നത് ഒരു മെഡിക്കൽ ലബോറട്ടറിയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണ്? ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇത് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. The objectives of a medical laboratory are providing its customers exact results which share to the clinical treatment. എന്താണ് പറയുന്നത്? ഒരു മെഡിക്കൽ ലബോറട്ടറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്, അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? അവരുടെ കസ്റ്റമേഴ്സിന്, അവരുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? അത് ഫിസിഷ്യൻസ് ആവാം, പേഷ്യൻസ് ആയിരിക്കാം, ഡോക്ടർമാരും ആയിരിക്കാം, രോഗികളും ആയിരിക്കാം. ഇപ്പൊ ഒരു ഡോക്ടർ, ഒരു രോഗിക്ക് വേണ്ടിയിട്ട് ഒരു ഡോക്ടർ ആയിരിക്കും ഒരു ലാബ് ടെസ്റ്റിന് വേണ്ടിയിട്ട് നിർദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ ലാബിനെ സംബന്ധിച്ച് അവരുടെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞ രോഗികളും ഡോക്ടേഴ്സും കൂടെയാണ് അല്ലെ. അപ്പൊ അവർക്ക് ഈ പറയുന്ന രോഗിയുടെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള റിസൾട്ടുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മെഡിക്കൽ ലബോറട്ടറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് എ മെഡിക്കൽ ലബോറട്ടറി എന്ന് പറയുന്നത്? എന്താണ്? Providing its customers exact results which share to the clinical treatment. അല്ലെ, അവർക്കൊരു ശരിയായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എക്സാക്ട് റിസൾട്ട്, കൃത്യമായിട്ടുള്ളൊരു റിസൾട്ടുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മെഡിക്കൽ ലബോറട്ടറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലെ. ഏറ്റവും ആക്യുറേറ്റ് റിസൾട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള ഡയഗ്നോസിസ് നടത്താനും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും. ഓക്കെ,
ക്ലിയർ ആയില്ലോ? അതൊന്ന് അണ്ടർലൈൻ ചെയ്യുന്നു കേട്ടോ. ഓക്കെ ആണോ നിങ്ങൾക്ക്? അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഫങ്ഷണൽ ഡിവിഷൻസ് ഓഫ് ലാബ് സർവീസ് കേട്ടോ. ഇനി നമ്മൾ ലാബിനെ അവർ കൊടുക്കുന്ന സേവനങ്ങൾ അല്ലെങ്കിൽ അവിടെ ചെയ്യുന്ന ഫങ്ഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ലാബിനെ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് പഠിക്കുന്ന ഫങ്ഷണൽ ഡിവിഷൻസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കണം നിങ്ങൾ. അപ്പൊ ഫങ്ഷണൽ ഡിവിഷൻസ് ഓഫ് ലാബ് സർവീസ്, ലാബ് അവ കൊടുക്കുന്ന സേവനങ്ങൾ അല്ലെങ്കിൽ അവിടെ ചെയ്യുന്ന ഫങ്ഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ലാബിനെ പ്രധാനമായിട്ടും 5ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഫങ്ഷണൽ ഡിവിഷൻസ് ആണ് കേട്ടോ. അതായത് ലാബ് അവർ കൊടുക്കുന്ന സർവീസ് അല്ലെങ്കിൽ അവിടെ ചെയ്യുന്ന ഫങ്ഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് 5ആയിട്ട് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെയാണ് 5 ഡിവിഷൻസ്. ഫസ്റ്റ് കണ്ടിട്ടുള്ളത് ക്ലിനിക്കൽ പാത്തോളജി. കേട്ടോ, ലാബ് സർവീസസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 5 ഡിവിഷൻസ്. 5 ഡിവിഷൻസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് ക്ലിനിക്കൽ പാത്തോളജി ആണ്. ക്ലിനിക്കൽ പാത്തോളജി. രണ്ടാമത്തത് ക്ലിനിക്കൽ മൈക്രോബയോളജി. രണ്ടാമത്തെ ഡിവിഷൻ ഏതാണ്? ക്ലിനിക്കൽ മൈക്രോബയോളജി. മൂന്നാമത്തത് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. അതാണ് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. നാലാമത്തത് യൂറിനാലിസിസ്. അഞ്ചാമത്തത് ബ്ലഡ് ബാങ്ക്. കിട്ടിയോ നിങ്ങൾക്ക്? ഇതൊക്കെയാണ് ഫങ്ഷണൽ ഡിവിഷൻസ് ആണ് അല്ലെ, 5 ഫസ്റ്റ് വൺ ക്ലിനിക്കൽ പാത്തോളജി, രണ്ടാമത്തത് ക്ലിനിക്കൽ മൈക്രോബയോളജി, മൂന്നാമത്തത് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി, നാലാമത്തത് യൂറിനാലിസിസ്, അഞ്ചാമത്തത് ബ്ലഡ് ബാങ്ക്. ഓക്കെ, അപ്പൊ ആദ്യത്തെ 3 അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് പഠിക്കണം. ഓക്കെ, നാലാമത്തെ എളുപ്പമാണ് അല്ലെ, യൂറിനാലിസിസ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ യൂറിനാലിസിസ് എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും നടത്തുന്നുണ്ടായിരിക്കാം? ടെസ്റ്റ് ഓഫ് യൂറിൻ ആണ് അല്ലെ. അതായത് യൂറിനെ നമുക്ക് ടെസ്റ്റിന് വിധേയമാക്കിയിട്ട് നമുക്ക് പല വിധത്തിലുള്ള രോഗങ്ങളും ഡയഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് പ്രമേഹം അല്ലെ, ഡയബറ്റിക് നമുക്ക് ഡയഗ്നൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രഗ്നൻസി, രോഗാവസ്ഥയല്ല, പ്രഗ്നൻസി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് യൂറിൻ ടെസ്റ്റിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കും. യൂറിനറി ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂറിൻ ടെസ്റ്റിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പൊ ആ പേര് സൂചിപ്പിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, യൂറിനാലിസിസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ലാബ് അനലൈസസ് ദ യൂറിൻ അനലൈസ് ചെയ്യും അല്ലെ. ഇതിന് വേണ്ടിയിട്ടാണ് ടു ഡയഗ്നോസ് ദ ഡിസീസ് അല്ലെ. ഈ പറയുന്ന അസുഖം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂറിൻ പരിശോധനയ്ക്ക് വിധേയമാക്കുക. ദാറ്റ് ഈസ് കോൾഡ് യൂറിനാലിസിസ് കേട്ടോ. ചാപ്റ്ററിന്റെ പേര് ലബോറട്ടറി സർവീസസ്. ഓക്കെ, അഞ്ചാമത്തത് ബ്ലഡ് ബാങ്ക് ആണ്. അപ്പൊ ബ്ലഡ് ബാങ്ക് നമ്മളൊരു ചാപ്റ്റർ ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ബ്ലഡ് ബാങ്കും എന്ത് തന്നെയാണ്? ഒരു ലാബ് തന്നെയാണ് അല്ലെ. കാര്യം എന്താണ്? അവിടെ ഒരുപാട് ടെസ്റ്റുകളും കാര്യങ്ങളും നടത്തുന്നത് നമ്മൾ പഠിച്ചില്ലേ? ഗ്രൂപ്പിംഗ് ടെസ്റ്റുകൾ, ബ്ലഡ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റിങ്ങൾ, അതുപോലെ ആർച്ച് ടെസ്റ്റിംഗ്, അങ്ങനെ ഒരുപാട്. അതുപോലെ മറ്റെന്തെങ്കിലും ട്രാൻസ്മിറ്റബിൾ ഡിസീസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നറിയുന്നത് ഒത്തിരിയേറെ ടെസ്റ്റുകൾ നടത്തുന്ന ഒരു ലാബ് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ബാക്കി 3 നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാം കേട്ടോ. ക്ലിയർ ആയോ? 5 ഡിവിഷൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? 5 ഡിവിഷൻസ് ഓക്കെ ആണോ? ക്ലിനിക്കൽ പാത്തോളജി, ക്ലിനിക്കൽ മൈക്രോബയോളജി, ക്ലിനിക്കൽ ബയോകെമിസ്ട്രി, യൂറിനാലിസിസ് ആൻഡ് ബ്ലഡ് ബാങ്ക് കേട്ടോ. അപ്പൊ ആദ്യത്തെ നമുക്ക് നോക്കാം ക്ലിനിക്കൽ പാത്തോളജി കേട്ടോ. ക്ലിനിക്കൽ പാത്തോളജി. പാത്തോളജി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നമ്മൾ 2-3 ക്ലാസ്സുകളിലൊക്കെ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ. പാത്തോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഡിസീസസ് ആണ് അല്ലെ. രോഗങ്ങളെ കുറിച്ചുള്ള ഒരു പഠനമാണ് പാത്തോളജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രോഗങ്ങളെ കുറിച്ചുള്ള പഠനം എന്ന് പറയുമ്പോൾ രോഗാണുക്കള്, രോഗകാരണങ്ങള്, രോഗലക്ഷണങ്ങള്, അങ്ങനെ അത്തരത്തിലുള്ള പഠനമാണ് നമ്മൾ പാത്തോളജി എന്ന് പറയുന്നത്. അപ്പൊ ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറി എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും നടക്കുന്നുണ്ടാവുക? നമ്മൾ ഈ പറയുന്ന ലാബ് ടെസ്റ്റിംഗ് ഓഫ് ബ്ലഡ്, മറ്റുള്ള ബോഡി ഫ്ലൂയിഡ്സ് അല്ലെ, ഇങ്ങനെയുള്ള ബോഡി ഫ്ലൂയിഡുകള്, ബ്ലഡ്, അതിനെയൊക്കെ പരിശോധനാ വിധേയമാക്കിയിട്ട് നമ്മൾ പല വിധത്തിലുള്ള രോഗങ്ങള് ഡയഗ്നൈസ് ചെയ്യുന്ന ലാബാണ് ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറയുന്നത് അല്ലെ. പാത്തോളജി ലാബ് എന്ന് പറയുമ്പോൾ നോർമൽ ലാബുകളാണ്, സാധാരണ നമ്മുടെ ലാബുകൾ അല്ലെ. നമ്മുടെ ബ്ലഡ്, യൂറിൻ ഇതൊക്കെ പരിശോധിക്കുന്ന ലാബുകളെയാണ് നമ്മൾ ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കൂ, ഇനി ഒരു ബോക്സ് ഒന്ന് ശ്രദ്ധിക്കാം. ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും 4 കമ്പോണന്റുകളാണ് വരുന്നത്. എത്ര കമ്പോണന്റുകളാണ് വരുന്നത്? 4 കമ്പോണന്റുകൾ ആണ് വരുന്നത് കേട്ടോ. ഫസ്റ്റത്തെ എന്താണ്? ഹെമറ്റോളജി.
ഓക്കെ, ഏത് വിഭാഗത്തിലാണ് വരുന്നത് നോക്കാം കേട്ടോ. അപ്പൊ ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ലാബുകളാണ് കേട്ടോ. ഈ പറയുന്ന ബ്ലഡ്, മറ്റുള്ള ബോഡി ഫ്ലൂയിഡ്സുകൾ അല്ലെ, ഈ പറയുന്ന യൂറിൻ, സെറം, പ്ലാസ്മ, ടിഷ്യൂസ്, സെല്ലുകള്, ഇവയൊക്കെ പരിശോധന വിധേയമാക്കിക്കൊണ്ട് നമ്മൾ രോഗം ഡയഗ്നോസ് ചെയ്യുന്ന ലാബുകൾ, അതിനെയാണ് നമ്മൾ ക്ലിനിക്കൽ പാത്തോളജി ലാബ്സ് എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും 4 കമ്പോണന്റുകളാണ് വരുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ഹെമറ്റോളജി ആണ്. ഹെമറ്റോളജി. രണ്ടാമത്തത് ഹിസ്റ്റോപാത്തോളജി ആണ്. ഹിസ്റ്റോപാത്തോളജി. മൂന്നാമത്തത് സൈറ്റോളജി. സൈറ്റോളജി. നാലാമത്തത് റൂട്ടീൻ പാത്തോളജി. ഇതാണ് റൂട്ടീൻ പാത്തോളജി. ഇത് 4 വരുന്നത് ഇതിന്റെ അണ്ടറിലാണ്, ക്ലിനിക്കൽ പാത്തോളജിയുടെ അണ്ടറിൽ വരുന്ന കമ്പോണന്റ്. ഇതൊക്കെയാണ് ഹെമറ്റോളജി ഉണ്ട്, ഹിസ്റ്റോപാത്തോളജി ഉണ്ട്, സൈറ്റോളജി ഉണ്ട്, റൂട്ടീൻ പാത്തോളജി. ഇനി ഓരോന്ന് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം, ചോദിക്കൊന്നുമില്ല കേട്ടോ, എങ്കിലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണമല്ലോ. ഫസ്റ്റ് വൺ എന്താണ്? ഹെമറ്റോളജി. എന്തായിരിക്കും ഹെമറ്റോളജി? നിങ്ങൾ പറയാൻ നിങ്ങൾക്കറിയാം എന്താണ് ഹെമറ്റോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്താണ് ഹെമറ്റോളജി? എന്താണ്? ബ്ലഡിനെ കുറിച്ചുള്ള പഠനമാണ് അല്ലെ? ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. അല്ലെ, ജവഹർ കറക്റ്റ് ആണ് കേട്ടോ. അതായത് സ്റ്റഡി ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് ഡിസോർഡർ അല്ലെ? ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ദേവിക, ബ്ലഡ് അല്ലെ, അതായത് നമ്മൾ ഈ പറയുന്ന ബ്ലഡിനെ കുറിച്ചും ബ്ലഡ് ഡിസോർഡേഴ്സിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് എന്തെന്ന് പറയുന്നത്? ഹെമറ്റോളജി എന്ന് ഉദ്ദേശിക്കുന്നത്. അറിയുന്നവർ എഴുതണ്ട കേട്ടോ, അറിയാത്തവരൊന്നും എവിടെയെങ്കിലും എഴുതി വെക്കണം കേട്ടോ. നീ പിന്നീട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും. മറക്കരുത്, ഹെമറ്റോളജി എന്ന് പറഞ്ഞാല് സ്റ്റഡി ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് ഡിസോർഡേഴ്സ് ആണ് അല്ലെ? നമ്മൾ ബ്ലഡിനെ പരിശോധന വിധേയമാക്കിയിട്ട് നമ്മൾ പല വിധത്തിലുള്ള അസുഖങ്ങളെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, ആ ഒരു വിഭാഗമാണ് ഹെമറ്റോളജി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കൂ, നമുക്ക് ഹിസ്റ്റോപാത്തോളജി പറയുന്നതിനേക്കാൾ മുമ്പ് ആദ്യം സൈറ്റോളജി എന്താണെന്ന് പറയാം കേട്ടോ. സൈറ്റോളജി. എന്താണ് സൈറ്റോളജി എന്ന് പറഞ്ഞാല്? സൈറ്റോളജി അറിയാവുന്നവരൊന്ന് മെസ്സേജ് ചെയ്തേ. എന്താണ് സൈറ്റോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? സൈറ്റോളജി എന്താണ്? ആർക്കറിയില്ല? ആർക്കറിയില്ല സൈറ്റോളജി എന്താണെന്ന്? സ്റ്റഡി ഓഫ് സെൽസ്. വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ അഞ്ജന. അറിയാത്തവരെ എഴുതി വെക്കണം കേട്ടോ. സൈറ്റോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് സെൽസ് ആണ് കേട്ടോ. കോശങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. എന്ന് പറഞ്ഞാല് കോശങ്ങളെ പഠന വിധേയമാക്കിയിട്ട്, ലാബ് ടെസ്റ്റിന് വിധേയമാക്കിയിട്ട് നമുക്ക് പല വിധത്തിലുള്ള അസുഖങ്ങളെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ സ്ക്രീനിങ് ടെസ്റ്റ് ഫോർ ക്യാൻസർ. ഓക്കെ, ക്യാൻസറിന്റെ ടെസ്റ്റുകൾക്കൊക്കെ ആയിട്ട് നമ്മൾ സെല്ലുകളാണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം ക്യാൻസർ എന്ന് തന്നെ പറയുമ്പോൾ ഒരു ക്രമാതീതമായിട്ടുള്ള അബ്നോർമൽ ആയിട്ടുള്ള സെൽ ഗ്രോത്തിങ് ആണ് ക്യാൻസർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന സെല്ലുകളെ പഠന വിധേയമാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പല വിധത്തിലുള്ള അസുഖങ്ങളെ കണ്ടെത്താനായിട്ട് സാധിക്കും. ആ ഒരു വിഭാഗമാണ് സൈറ്റോളജി എന്ന് പറയുന്നത്. അപ്പൊ സൈറ്റോളജി എന്ന് പറഞ്ഞാല് സ്റ്റഡി ഓഫ് സെൽസുകളാണ്, കോശങ്ങളെ കുറിച്ചുള്ള പഠനമാണ് അല്ലെ? നമുക്കറിയാം നമ്മുടെ മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും അടിസ്ഥാന യൂണിറ്റ് ആണ് ഇത് സെൽ എന്ന് പറയുന്നത്, കോശങ്ങൾ അല്ലെ? അപ്പൊ അത്തരം കോശങ്ങളെ പഠന വിധേയമാക്കിയിട്ട് നമുക്ക് പല വിധത്തിലുള്ള അസുഖങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ള സ്ക്രീനിങ് ടെസ്റ്റ് ഫോർ ക്യാൻസർ ഒക്കെ ഉണ്ട് കേട്ടോ. അതാണ് സൈറ്റോളജി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? ഹിസ്റ്റോപാത്തോളജി. അത് എന്തുകൊണ്ടാണ് ഞാൻ അത് മൂന്നാമത് പറയാൻ കാരണമുണ്ട്. നമുക്കറിയാം കോശങ്ങൾ കൂടി ചേർന്നിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? ടിഷ്യൂസ് ഫോം ചെയ്യുന്നത്, കലകൾ ഫോം ചെയ്യുന്നത് കേട്ടോ. കോശങ്ങളാണ് ഏറ്റവും അടിസ്ഥാന ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് കോശങ്ങൾ കൂടി ചേർന്നുകൊണ്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? ടിഷ്യൂസ് ഫോം ചെയ്യുന്നത്, കലകൾ അല്ലെ? ഇങ്ങനെയുള്ള ടിഷ്യൂസിനെ കുറിച്ചുള്ള പഠനമാണിത്, അല്ലെങ്കിൽ ഡിസീസ്ഡ് ടിഷ്യൂസിനെ കുറിച്ചുള്ള പഠനമാണ് ഹിസ്റ്റോപാത്തോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഹിസ്റ്റോളജി എന്ന് പറഞ്ഞ സ്റ്റഡി ഓഫ് ടിഷ്യൂസ് ആണ്. അപ്പൊ ഹിസ്റ്റോപാത്തോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് ദ ഡിസീസ്ഡ് ടിഷ്യൂസ് അല്ലെ? അതായത് ഈ പറയുന്ന നമുക്ക് അസുഖത്തിന് കാരണമായിട്ടുള്ള ടിഷ്യൂസുകള്, കലകളെ കുറിച്ചുള്ള പഠനമാണ് ഹിസ്റ്റോപാത്തോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്താണ്? സ്റ്റഡി ഓഫ് ഡിസീസ്ഡ് ടിഷ്യൂസ് കേട്ടോ. അതായത് നമുക്ക് രോഗം വരുത്തുന്ന ടിഷ്യൂസുകളെ പഠന വിധേയമാക്കിയിട്ട് നമ്മൾ രോഗനിർണയം ഹിസ്റ്റോപാത്തോളജി എന്ന് പറയുന്നത്. അവിടെയും എന്താണ് നമ്മൾ ഈ പറയുന്ന ക്യാൻസർ ടെസ്റ്റുകൾക്കൊക്കെ ആയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ടിഷ്യൂസുകൾ ഉപയോഗിക്കും. ടിഷ്യൂസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ടെസ്റ്റിന് വിധേയമാക്കിയിട്ട് നമുക്ക് ക്യാൻസർ പോലുള്ള രോഗങ്ങളൊക്കെ ഡയഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, അപ്പൊ ഹെമറ്റോളജി കഴിഞ്ഞു, സൈറ്റോളജി എന്താണെന്ന് മനസ്സിലായി, ഹിസ്റ്റോപാത്തോളജി ക്ലിയർ ആയിട്ട് ചേർക്കുന്നു. അടുത്തതാണ്
റൂട്ടീൻ പാത്തോളജി. എന്താണ് റൂട്ടീൻ പാത്തോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ റുട്ടീൻ ആയിട്ട് ചെയ്യുന്ന സാധാരണ ലാബ് പരിശോധനകൾ, പ്രത്യേകിച്ച് നമ്മൾ ബ്ലഡ്, യൂറിൻ അങ്ങനെയൊക്കെ നമ്മൾ ടെസ്റ്റിന് വിധേയമാക്കിയിട്ട് നമ്മുടെ ഹെൽത്ത് ഇൻഫർമേഷനെ പറ്റിയുള്ള ഒരു ഓവറോൾ ഡാറ്റ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ലാബ് സർവീസുകളാണ് റൂട്ടീൻ പാത്തോളജികൾ. റൂട്ടീൻ ആയിട്ട് അല്ലെ, പതിവായിട്ട് നമ്മൾ പൊതുവെ ചെയ്യുന്ന ലാബ് പരിശോധനകളാണ് അല്ലെ. അപ്പൊ അത്തരം ലാബ് പരിശോധനകളുടെ നമ്മുടെ ഓവറോൾ ഹെൽത്തിനെ പറ്റിയിട്ടുള്ള ഒരു നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് റൂട്ടീൻ പാത്തോളജി ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ 4 കമ്പോണന്റും ഏതിന് കീഴിലാണ് വരുന്നത്? ക്ലിനിക്കൽ പാത്തോളജിക്ക് കീഴിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ക്ലിനിക്കൽ പാത്തോളജിയിൽ 4 കമ്പോണന്റുകളാണ്. ഫസ്റ്റ് വൺ ഹെമറ്റോളജി പറഞ്ഞത് എന്താണ്? സ്റ്റഡി ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് ഡിസോർഡേഴ്സ് അല്ലെ. ഈ പറയുന്ന ബ്ലഡും ബ്ലഡ് ഡിസോർഡറുകളെ കുറിച്ചുള്ള പഠനമാണ് ഇത് ഹെമറ്റോളജി എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഹിസ്റ്റോ പാത്തോളജി. ഹിസ്റ്റോ എന്ന് കേൾക്കുമ്പോൾ ടിഷ്യൂസ് ആണെന്ന് ഓർക്കുക കേട്ടോ. സ്റ്റഡി ഓഫ് ദ ഡിസീസ്ഡ് ടിഷ്യൂസ്, രോഗം വരുന്ന കലകളെ കുറിച്ചുള്ള പഠനമാണ് ഹിസ്റ്റോ പാത്തോളജി എന്ന് പറയുന്നത്. അടുത്തതാണ് സൈറ്റോളജി. എന്താണ്? സ്റ്റഡി ഓഫ് സെൽസ് അല്ലെ, ദാറ്റ് കോസിംഗ് ദ ഡിസീസ്, ഡിസീസിന് കാരണമായിട്ടുള്ള കോശങ്ങളെ കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി എന്ന് പറയുന്നത്. റൂട്ടീൻ പാത്തോളജി എന്ന് പറയുമ്പോൾ it is a lab service that provides the basic information about our overall health അല്ലെ. റുട്ടീൻ ആയിട്ട് പതിവായിട്ട് നോർമലി നമ്മൾ ചെയ്യുന്ന ലാബ് പരിശോധനകളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഹെൽത്തിനെ പറ്റിയിട്ടുള്ള ഒരു ഓവറോൾ ഇൻഫർമേഷൻ നമുക്ക് അത്തരം പരിശോധനകൾ ലഭിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് CBC ഒക്കെ പറയാം, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് അല്ലെ. നമുക്ക് അസുഖമൊക്കെ വരുന്ന സമയത്ത് ഡോക്ടേഴ്സ് എഴുതി തരും അല്ലെ. CBC എന്ന് പറഞ്ഞിട്ട് എന്താണത്? കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ആണ്. CBC ടെസ്റ്റ് ചെയ്യാനൊക്കെ എന്ന് പറയുന്നത് റൂട്ടീൻ പാത്തോളജിയിലേക്ക് വരുന്നതാണ് കേട്ടോ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ക്ലിനിക്കൽ പാത്തോളജി എന്താണെന്ന് മനസ്സിലായോ? ഇതിനകത്ത് വരുന്ന 4 കമ്പോണന്റുകൾ ഏതൊക്കെയാണ്? ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ജസ്റ്റ് റെസ്പോണ്ട് ചെയ്തേ. മനസ്സിലായില്ലേ? അടുത്തത് കേട്ടോ, നെക്സ്റ്റ് വരുന്നതാണ് ക്ലിനിക്കൽ എന്താണ്? മൈക്രോബയോളജി കേട്ടോ. ഇതാണ് ക്ലിനിക്കൽ മൈക്രോബയോളജി. അപ്പൊ നിങ്ങൾ മൈക്രോബയോളജി എന്ന് കേൾക്കുമ്പോൾ മൈക്രോ എന്ന വാക്കൊന്ന് ശ്രദ്ധിക്കുക. മൈക്രോ എന്ന് പറയുമ്പോൾ മൈക്രോ ഓർഗാനിസംസ് ആയിട്ട് അതിനെ കണക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ക്ലിനിക്കൽ മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ ആ മൈക്രോ എന്ന വാക്കെടുക്കുക, മൈക്രോ ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ രോഗാണുക്കളുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ കണക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് അത് ഓർമ്മ വരും കേട്ടോ. അപ്പൊ മൈക്രോബയോളജി എന്ന് കേൾക്കുമ്പോൾ മൈക്രോ ഓർഗാനിസംസ്, സൂക്ഷ്മ രോഗാണുക്കളെ കുറിച്ചുള്ള പഠനമാണ് അല്ലെ. ആ ഒരു വിഭാഗത്തിൽ ഏതൊക്കെ കമ്പോണന്റുകൾ വരും? നമുക്കറിയാം നമ്മുടെ ശരീരത്തില് ധാരാളം മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് അല്ലെ. നമ്മുടെ ശരീരത്തില് മാത്രമല്ല നമുക്ക് ചുറ്റുമുണ്ട് അല്ലെ. ഒരുപാട് പാത്തോജൻസ് ഉണ്ട് അല്ലെ. ബാക്ടീരിയകളുണ്ട്, വൈറസ് ഉണ്ട്, ഫംഗസ് ഉണ്ട്, പാരസൈറ്റ്സുകളുണ്ട്. ഇവ മൂലം നമുക്ക് പല വിധത്തിലുള്ള അസുഖങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇത്തരം രോഗാണുക്കളെ പഠന വിധേയമാക്കിയിട്ട് നമ്മൾ എന്താണ് രോഗം ഡയഗ്നൈസ് ചെയ്യുന്ന ആ ഒരു ലാബ് സർവീസുകളാണ് ഏതിനകത്ത് ഉൾപ്പെടുന്നത്? ക്ലിനിക്കൽ മൈക്രോബയോളജി സർവീസ് വരുന്നത്. ഓക്കെ, അപ്പൊ മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ മൈക്രോ ഓർഗാനിസംസുകൾ പഠന വിധേയമാക്കിയിട്ട് പല വിധത്തിലുള്ള എന്താണ് രോഗനിർണയങ്ങൾ നമുക്ക് നടത്താൻ സാധിക്കും. അത്തരത്തിലുള്ള ലാബ് സേവനങ്ങളാണ് അവിടെ നമുക്ക് വരുന്നത് കേട്ടോ. ഇതൊക്കെ വരുന്നുണ്ട് നോക്കിയേ. ബാക്ടീരിയോളജി, പിന്നെന്താണ്? മൈക്രോ ബാക്ടീരിയോളജി, വൈറോളജി, മൈക്കോളജി, പാരസൈറ്റോളജി, ഇമ്മ്യൂണോളജി ആൻഡ് സെറോളജി. ഓക്കെ, അപ്പൊ ക്ലിനിക്കൽ മൈക്രോബയോളജിക്ക് അടുത്ത് ഇതൊക്കെ വരുന്നുണ്ട്. ബാക്ടീരിയോളജി, മൈക്രോ ബാക്ടീരിയോളജി, വൈറോളജി, മൈക്കോളജി, പാരസൈറ്റോളജി, ഇമ്മ്യൂണോളജി ആൻഡ് സെറോളജി. ഓക്കെ, ഇതെല്ലാം തന്നെ എന്താണ്? സൂക്ഷ്മ രോഗാണുക്കളാണ്. അവയാണ് നമ്മുടെ ലാബ് ടെസ്റ്റിന് വിധേയമാക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ. ബാക്ടീരിയോളജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബാക്ടീരിയോളജി സ്റ്റഡി ഓഫ് ബാക്ടീരിയ, അത് തന്നെ. അതായത് എന്താണ്? സ്റ്റഡി ഓഫ് ബാക്ടീരിയാസ് ദാറ്റ് കോസിംഗ് ഡിസീസസ്, അല്ലെ. നമുക്ക് അസുഖം വരുത്തുന്ന, നമുക്ക് രോഗം വരുത്തുന്ന ബാക്ടീരിയകളെ എന്താണ് ലാബ് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് പല വിധത്തിലുള്ള രോഗങ്ങളെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. ആ ഒരു വിഭാഗമാണ് എന്ത്? ബാക്ടീരിയോളജി. നമുക്ക് ബാക്ടീരിയ വരുത്തുന്ന ഇഷ്ടം പോലെ അസുഖങ്ങളുണ്ട് അല്ലെ. എലിപ്പനി, അതായത് നമുക്ക് ബാക്ടീരിയ വരുത്തുന്ന കോളറ, ഇതൊക്കെ ടൈഫോയിഡ്, ഇതൊക്കെ എന്താണ്? ബാക്ടീരിയൽ ഡിസീസുകളാണ് കേട്ടോ. ബാക്ടീരിയ വരുത്തുന്ന അസുഖങ്ങളാണ്. അപ്പൊ ഇത്തരത്തില് ബാക്ടീരിയകൾ പഠന വിധേയമാക്കിയിട്ട് നമ്മൾ രോഗനിർണയം നടത്തും. അതാണ് എന്ത്? ബാക്ടീരിയോളജി എന്ന് പറയുന്നത്. സ്റ്റഡി ഓഫ് ബാക്ടീരിയ. ഓക്കെ, അത് പിന്നെ തെറ്റില്ല, പേര് തന്നെ കേൾക്കുമ്പോൾ മനസ്സിലാവും. അടുത്തതാണ് മൈക്രോ ബാക്ടീരിയോളജി. എന്താണ് പറഞ്ഞത്? മൈക്രോ ബാക്ടീരിയ. എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മൈക്രോ ബാക്ടീരിയത്തെ പറ്റി കേട്ടിട്ടുണ്ടോ?
ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബാക്ടീരിയ തന്നെയാണ്, കുറച്ചും കൂടെ സിവിയർ ആയിട്ടുള്ള ഒരു ബാക്ടീരിയ ആണ്. സാധാരണ ബാക്ടീരിയയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് എന്താണ് സ്ലോ ഗ്രോയിങ് ആണ്, പതുക്കെ വളരുള്ളൂ. പിന്നെ അതിന് ചലനശേഷിയൊക്കെ കുറവാണ്, പക്ഷെ അത്യാവശ്യം എന്താണ് ഗുരുതരമായിട്ടുള്ള ഒരു ബാക്ടീരിയയാണ് കേട്ടോ, മൈക്രോ ബാക്ടീരിയ. കേട്ടിട്ടുണ്ടോ? ഓക്കെ, മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് അതെ തന്നെ, TB ആണ് അല്ലെ, ക്ഷയരോഗത്തിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ ആണ് കേട്ടോ, മൈക്രോ ബാക്ടീരിയം എന്നാണ് പറയുക കേട്ടോ, മൈക്രോ ബാക്ടീരിയം. അതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബാക്ടീരിയ തന്നെയാണ്, പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ ബാക്ടീരിയ കേട്ടോ. ഇത് വളരെ TB അല്ലെ, TB എന്ന് വെച്ചാൽ ക്ഷയരോഗമാണ് കേട്ടോ. ട്യൂബർകുലോസിസ് ക്ഷയരോഗത്തിന് കാരണമായിട്ടുള്ള ബാക്ടീരിയയുടെ പേരാണ് മൈക്രോ ബാക്ടീരിയം. അപ്പൊ ഇത്തരം മൈക്രോ ബാക്ടീരിയയെ പഠന വിധേയമാക്കുന്നത് നമുക്ക് ക്ഷയരോഗങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും, നിർണ്ണയിക്കാനായിട്ട് സാധിക്കും അല്ലെ. TB ഏത് അവയവത്തിനെ ബാധിക്കുന്നത്? ക്ഷയം ഏത് അവയവത്തിനെയാണ് നമ്മളെ ബാധിക്കുന്നത്? ക്ഷയരോഗം ഏത് അവയവത്തിനെയാണ് ബാധിക്കുന്നത്? ഏത് ഓർഗനെയാണ് ബാധിക്കുന്നത്? ലങ്സിനെയാണ് ബാധിക്കുന്നത് കേട്ടോ. നമ്മുടെ ശ്വാസകോശത്തിനെ ബാധിക്കുന്ന അസുഖമാണ് TB എന്ന് പറയുന്നത് കേട്ടോ, ക്ഷയരോഗം എന്ന് പറയുന്നത്. ഇപ്പൊ നല്ല മരുന്നുകളൊക്കെ കിട്ടും കേട്ടോ, ക്ഷയരോഗത്തെ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാനുള്ള മരുന്നുകളൊക്കെ അവൈലബിൾ ആണ്. പണ്ടൊരു കാലഘട്ടത്തില് ഒരുപാട് ഉണ്ടായിരുന്ന ഒരു അസുഖമായിരുന്നു അല്ലെ ക്ഷയരോഗം എന്ന്. ഈ ക്ഷയരോഗത്തിന് കാരണമായിട്ടുള്ള ബാക്ടീരിയയാണ് മൈക്രോ ബാക്ടീരിയം എന്ന് പറയുന്നത് കേട്ടോ. ഇത്തരം മൈക്രോ ബാക്ടീരിയത്തിനെ പഠന വിധേയമാക്കി നമുക്ക് ക്ഷയരോഗമൊക്കെ നിർണ്ണയിക്കാനായിട്ട് സാധിക്കും. ആ ഒരു വിഭാഗമാണ് കേട്ടോ മൈക്രോ ബാക്ടീരിയോളജി എന്ന് പറയുന്നത്. അടുത്ത നോക്കി വൈറോളജി. എന്തായിരിക്കും വൈറോളജി? എന്താണ്? സ്റ്റഡി ഓഫ് വൈറസസ് ആണ് അല്ലെ. അതായത് നമുക്ക് രോഗം വരുത്തുന്ന വൈറസുകളെ ഈ പറയുന്ന ലാബ് പരിശോധനയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റും. ഏറ്റവും നല്ല എക്സാമ്പിൾ ഏത് നമുക്ക് പറയാം? കൊറോണ അല്ലെ, കൊറോണ വൈറസ് അല്ലെ. നമ്മൾ പഠിച്ചു കോവിഡ് ഒക്കെ വന്നില്ലേ നമുക്ക്. ഓക്കെ, അപ്പൊ വൈറോളജി അല്ലെ, സ്റ്റഡി ഓഫ് വൈറസസ് ഡിസീസസ്, നമുക്ക് അസുഖം വരുത്തുന്ന വൈറസുകളെ കുറിച്ചുള്ള പഠനമാണ് വൈറോളജി എന്ന് പറയുന്നത് കേട്ടോ. അടുത്തതാണ് മൈക്കോളജി. എന്താണ് മൈക്കോളജി? അതന്നെ കറക്റ്റ് ആണ് കേട്ടോ ക്ഷമാറ. എന്താണ്? സ്റ്റഡി ഓഫ് ഫംഗസ് ആണ് കേട്ടോ, സ്റ്റഡി ഓഫ് ഫംഗി എന്ന് പറയുന്നത് കേട്ടോ. ഫംഗസുകളെ കുറിച്ചുള്ള പഠനമാണ് മൈക്കോളജി എന്ന് പറയുന്നത് കേട്ടോ. ഫംഗസ് മൂലം നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരില്ലേ? ഈ എന്താ പറയാ, അത്ലറ്റിക് ഫുഡ് എന്നൊക്കെ പറയും, നമ്മുടെ കാലിലൊക്കെ വരുന്ന വളർച്ചടി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഫംഗസ് മൂലം നമുക്ക് ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസ് ആണ്. അപ്പൊ ഇത്തരം ഫംഗസുകളെ പഠന വിധേയമാക്കിയിട്ട് നമ്മൾ രോഗനിർണയം നടത്തുന്ന രീതിയാണ് മൈക്കോളജി എന്ന് പറയുന്നത് കേട്ടോ. എഴുതി വെക്കാണ്ട് അറിയാത്തവർ എഴുതി വെച്ചാൽ മതി, അറിയുന്നവരൊന്നും എഴുതണ്ട. അറിയാത്തവരുണ്ടെങ്കിൽ അവരൊന്ന് ജസ്റ്റ് എഴുതി വെക്കുക കേട്ടോ. മൈക്കോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഫംഗസ് ആണ് കേട്ടോ, ഫംഗി. അത് മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ്. അടുത്തതാണ് പാരസൈറ്റോളജി. പാരസൈറ്റ്സ് അല്ലെ, നമ്മുടെ ശരീരത്തിനകത്ത് ഇഷ്ടംപോലെ പാരസൈറ്റുകൾ ഉണ്ട് അല്ലെ. അതായത് വിരകൾ എന്നൊക്കെ നമുക്ക് പറയാം, വിരകളാണ് അല്ലെ. അപ്പൊ അതുമൂലം നമുക്കിപ്പോ ഡയേറിയ പോലുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് വരുന്നത് ഇത്തരത്തിലുള്ള പാരസൈറ്റ്സിന്റെ ആ ഒരു പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ക്രമാതീതമായിട്ട് വർദ്ധിച്ചു കഴിഞ്ഞാല് നമുക്ക് എന്ത് വരും? ഇത്തരത്തിൽ ഡയേറിയ പോലെ വയറിളക്കം അല്ലെ, ഛർദി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് വരും. അപ്പൊ അത്തരത്തിലുള്ള പാരസൈറ്റുകളെ പഠന വിധേയമാക്കിക്കൊണ്ടുള്ള രോഗനിർണയ സേവനങ്ങളാണ് പാരസൈറ്റോളജിക്കകത്ത് വരുന്നത് കേട്ടോ. അടുത്തതാണ് ഇമ്മ്യൂണോളജി. ഇമ്മ്യൂണോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റംസ് ആണ് അല്ലെ. എന്താണ് സ്റ്റഡി ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം? നമ്മുടെ രോഗപ്രതിരോധത്തിനെ പറ്റിയിട്ടുള്ള പഠനമാണ് അല്ലെ. ഓക്കെ, ക്ലിയർ ആയോ? സ്റ്റഡി ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം ആണ് അല്ലെ. ഇമ്മ്യൂൺ സിസ്റ്റം റെസ്പോൺസ് ടു ഇൻഫെക്ഷൻ. ഓരോ ഇൻഫെക്ഷനോടും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഏത് രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് ഇമ്മ്യൂണോളജി എന്ന് പറയുന്നത് അല്ലെ. സ്റ്റഡി ഓഫ് എന്താണ്? ഇമ്മ്യൂൺ റെസ്പോൺസ് ടു ഇൻഫെക്ഷൻ അല്ലെ. നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റം ഓരോ ഇൻഫെക്ഷൻസിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് ഇമ്മ്യൂണോളജി എന്ന് പറയുന്നത്. അടുത്തതാണ് എന്ത്? സെറോളജി. സെറോളജി എന്താണ്? സ്റ്റഡി ഓഫ് സെറമാണ് കേട്ടോ. സ്റ്റഡി ഓഫ് സെറമാണ്. സെറം എന്താണ് നമ്മൾ പറഞ്ഞല്ലോ. അതായത് നമ്മുടെ ബ്ലഡിനകത്തെ ബ്ലഡ് സെല്ലുകള്, മറ്റുള്ള പ്ലാസ്മ ഇതൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാല് അതല്ലാത്ത ക്ലിയർ ലിക്വിഡ് ഭാഗമാണ് സെറം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്പെഷ്യൽ ആന്റിബോഡീസുകളൊക്കെ ഈ സെറം പരിശോധനയിലൂടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. സ്പെഷ്യൽ ആന്റിബോഡി എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ സെറത്തിനകത്ത് സ്പെഷ്യൽ ആന്റിബോഡീസുകളുടെ സാന്നിധ്യം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അവയെ പഠന വിധേയമാക്കിക്കൊണ്ടും അസുഖങ്ങള് നമുക്ക് രോഗനിർണയം നടത്താനായിട്ട് പറ്റും. കൊറോണ തന്നെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം.
അപ്പൊ സെറോളജി, സ്റ്റഡി ഓഫ് സെറം. ഇത്രയും ഭാഗങ്ങളാണ് ഏതിനകത്ത് വരുന്നത്? ക്ലിനിക്കൽ മൈക്രോബയോളജിക്കകത്ത് വരുന്നത്. മൈക്രോബയോളജിയിലൊക്കെ നിങ്ങൾ മൈക്രോ ഓർഗാനിസംസ് ആയിട്ട് കണക്ട് ചെയ്യുക. അതിനകത്ത് വരുന്നത് ബാക്ടീരിയോളജി, സ്റ്റഡി ഓഫ് ബാക്ടീരിയ, അല്ലെ? മൈക്രോബാക്ടീരിയോളജി, സ്റ്റഡി ഓഫ് മൈക്രോബാക്ടീരിയം ടു ഡിറ്റക്ട് ടി ബി, അല്ലെ? ടി ബി പോലെയുള്ള അസുഖം വരുന്ന മൈക്രോബാക്ടീരിയത്തിനെ കുറിച്ചുള്ള പഠനമാണ്, അല്ലെ? വൈറോളജി, സ്റ്റഡി ഓഫ് വൈറസസ് ആണ്. മൈക്കോളജി, സ്റ്റഡി ഓഫ് ഫംഗി. ഓക്കെ. പാരസൈറ്റോളജി, സ്റ്റഡി ഓഫ് പാരസൈറ്റ്സ് ദാറ്റ് കോസിംഗ് ദ ഡിസീസ്. പിന്നെ ഇമ്മ്യൂണോളജി എന്താണ്? സ്റ്റഡി ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം റെസ്പോൺസ് ടു ദ ഇൻഫെക്ഷൻ. സെറോളജി എന്താണ്? സ്റ്റഡി ഓഫ് സെറം ആണ്. ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് സ്പെഷ്യൽ ആന്റിബോഡീസ് ഇൻ ദ ബ്ലഡ്. ഓക്കെ. അപ്പൊ ഇത്രയും ക്ലിയർ ആയ നിങ്ങൾക്ക് ക്ലിനിക്കൽ മൈക്രോബയോളജിക്കകത്ത് വരുന്ന കമ്പോണന്റുകൾ ഒക്കെയാണോ? മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? എന്താണ് നിങ്ങളൊന്നും ഇല്ലാത്തത്? നിങ്ങൾക്ക് മനസ്സിലാവാനുണ്ടോ? ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ. ബോറടിക്കുന്നുണ്ടോ? അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ കുറച്ച് ബോറടി തോന്നും കേട്ടോ. അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ്, കുറെ ആളുകൾക്കൊക്കെ അറിയാവുന്നതാണ്. പക്ഷെ ചില ആളുകൾക്ക് ഇപ്പൊ ഒട്ടും അറിയുന്നുണ്ടാവില്ല കേട്ടോ. അവരൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അടുത്തതാണ് ക്ലിനിക്കൽ ബയോ കെമിസ്ട്രി. അടുത്തതാണ് ക്ലിനിക്കൽ ബയോ കെമിസ്ട്രി. അപ്പൊ നോക്കൂ, ക്ലിനിക്കൽ ബയോ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ബയോളജിയും വരുന്നുണ്ട്, കെമിസ്ട്രിയും വരുന്നുണ്ട്, അല്ലെ? ശരിക്കും പറഞ്ഞാൽ ക്ലിനിക്കൽ ബയോ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റഡി ഓഫ് കെമിക്കൽ പ്രോസസ്സസ് ഇൻ ദ ലിവിംഗ് ഓർഗാനിസം ആണ് കേട്ടോ. അതിനകത്ത് ബയോളജി വന്നു, കെമിസ്ട്രി വന്നു, അല്ലെ? കെമിക്കൽ പ്രോസസ്, സ്റ്റഡി ഓഫ് ദ കെമിക്കൽ പ്രോസസ്സസ് ഇൻ ദ ലിവിംഗ് ഓർഗാനിസം. ലിവിംഗ് ഓർഗാനിസം എന്ന് പറയുമ്പോൾ അത് ബയോളജി ആയിട്ട് കണക്റ്റഡ് ആണ്, അല്ലെ? കെമിക്കൽ പ്രോസസ് എന്ന് പറയുന്നത് കെമിസ്ട്രി ആയിട്ട് കണക്റ്റഡ് ആണ്. അതിനൊന്ന് കണക്ട് ചെയ്താണ് കേട്ടോ. സ്റ്റഡി ഓഫ് കെമിക്കൽ പ്രോസസ്സിന്റെ ലിവിംഗ് ഓർഗാനിസം. നമ്മുടെ മനുഷ്യരെ പോലെയുള്ള ലിവിംഗ് ഓർഗാനിസത്തിനകത്ത് നടക്കുന്ന പല വിധത്തിലുള്ള കെമിക്കൽ, അല്ലെ, പ്രോസസ്സുകളെ കുറിച്ച് പഠനമാണ്. അങ്ങനെ അത്തരം പഠന വിധേയമാക്കിക്കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള സർവീസുകളാണ് ക്ലിനിക്കൽ ബയോ കെമിസ്ട്രിക്കകത്ത് വരുന്നത്, അല്ലെ? നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ധാരാളം ബയോ മോളിക്യൂൾസ് ഉണ്ട്, അല്ലെ? പ്രോട്ടീൻസുകളുണ്ട്, ലിപ്പിഡ്സുകളുണ്ട്, കാർബോഹൈഡ്രേറ്റുകളുണ്ട്, അങ്ങനെ ഒരുപാട് ബയോ എൻസൈംസ് ഉണ്ട്, ഹോർമോണുകളുണ്ട്. ഇതൊക്കെ എന്താണ്? ബയോ മോളിക്യൂൾസ് ആണ്. ഇത്തരം ബയോ മോളിക്യൂൾസിന്റെ എന്താണ് പരിശോധനയിലൂടെ, അതിന്റെ അബ്നോർമാലിറ്റീസ് ഒക്കെ നമ്മൾ കണ്ടെത്തുന്നതിലൂടെ നമുക്ക് പല വിധത്തിലുള്ള രോഗങ്ങളും ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള സേവനങ്ങളാണ് ക്ലിനിക്കൽ ബയോ കെമിസ്ട്രി. അതുകൊണ്ടാണ് കെമിക്കൽ പ്രോസസ്സസ് ഇൻ ലിവിംഗ് ഓർഗാനിസം. നമ്മുടെ ശരീരത്തിൽ ധാരാളം കെമിക്കൽ പ്രോസസ് നടക്കുന്നുണ്ട്. എൻസൈമാറ്റിക് റിയാക്ഷൻസ് ഉണ്ട്, ഹോർമോണൽ റിയാക്ഷൻസ് ഉണ്ട്, അല്ലെ? പ്രോട്ടീൻ ആക്ടിവിറ്റി ഉണ്ട്, ലിപ്പിഡ്സ് ആക്ടിവിറ്റി ഉണ്ട്. ഇങ്ങനെയുള്ള കെമിക്കൽ പ്രോസസ്സുകൾ പഠന വിധേയമാക്കിയിട്ട് നമ്മൾ രോഗങ്ങളെ കണ്ടെത്തുന്ന രീതി കേട്ടോ. അത്തരത്തിലുള്ള സേവനങ്ങളാണ് അവിടെ വരുന്നത്. അതിനകത്ത് പ്രധാനമായിട്ടും രണ്ട് കമ്പോണന്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ബയോ കെമിക്കൽ അനാലിസിസും, രണ്ട് ഹോർമോണൽ അസേസ്. ഇതൊക്കെയാണ് ബയോ കെമിക്കൽ അനാലിസിസും അതുപോലെ തന്നെ ഹോർമോണൽ അസേസും. എന്താണ് ബയോ കെമിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് നമ്മള് സ്റ്റഡി ഓഫ് കെമിക്കൽ പ്രോസസ് ആണ് കേട്ടോ. കെമിക്കൽ അനാലിസിസിലൂടെ, അതായത് ഈ പറയുന്ന പ്രോട്ടീൻസുകള്, ലിപ്പിഡ്സുകള്, കാർബോഹൈഡ്രേറ്റ്സുകള്, എൻസൈംസുകള്, അങ്ങനെയുള്ള കെമിക്കൽ പ്രോസസ്സുകളൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട്, അവയുടെ ആക്ടിവിറ്റിനെ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ പല വിധത്തിലുള്ള രോഗങ്ങൾ എന്ത് ചെയ്യാണ്? കണ്ടെത്താൻ, അല്ലെ? ഓക്കെ. ദാറ്റ് ഈസ് ദ ടെസ്റ്റ് യൂസ്ഡ് ടു സ്റ്റഡി ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ആൻ എൻസൈംസ്, അതുപോലെ തന്നെ പ്രോട്ടീൻസ്, ലിപ്പിഡ്സ് ആക്ടിവിറ്റി, അങ്ങനെയുള്ള ആക്ടിവിറ്റിയിലൂടെ നമുക്ക് പല വിധത്തിലുള്ള അസുഖം, പ്രത്യേകിച്ച് നമുക്ക് ബ്ലഡിൽ ഷുഗർ, അതുപോലെ തന്നെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകൾ, ലിപ്പിഡ് ടെസ്റ്റ്, നമ്മൾ പൊതുവെ ലിപ്പിഡ് ടെസ്റ്റ് എന്നാണ് പറയാ, അല്ലെ? ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, LFT, ലിവർ ഫംഗ്ഷൻ ലിപ്പിഡ് ടെസ്റ്റ് എന്നാണ് പറയാ, അല്ലെ? അപ്പൊ നമുക്ക് അതിലൂടെ നമ്മുടെ എന്താ പറയാ ലിവറിന്റെ ഫംഗ്ഷൻസും മറ്റും നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ബയോ കെമിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് യൂസ്ഡ് ടു ഫൈൻഡ് ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് എന്താണ് എൻസൈംസ്, അതുപോലെ തന്നെ പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, എക്സെട്ര കേട്ടോ. അങ്ങനെയൊക്കെയുള്ള ലിപ്പിഡ്സുകൾ, പ്രോട്ടീനുകളൊക്കെ പഠന വിധേയമാക്കിക്കൊണ്ട് രോഗങ്ങൾ കണ്ടെത്തുന്ന രീതികൾ. അങ്ങനത്തെ ബ്ലഡ് ഷുഗർ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകളൊക്കെ അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ, ബയോ കെമിക്കൽ അനാലിസിസ്. പിന്നെ വരുന്നതാണ് ഹോർമോണൽ അസേസ്. ഹോർമോണൽ അസേ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹോർമോണൽ പേരിൽ തന്നെയുണ്ട്, അല്ലെ? ഹോർമോണുകളുടെ പഠന വിധേയമാക്കിക്കൊണ്ട് ഡയഗ്നൈസ്. അറിയാം, ഒരുപാട്
ഹോർമോണൽ ഇംബാലൻസ് മൂലം ഒരുപാട് അസുഖങ്ങൾ നമുക്ക് വരും അല്ലെ. ഓക്കെ, ഒത്തിരി അധികം നമുക്ക് അസുഖങ്ങൾ വരും. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ മറ്റേ ഇത് പറഞ്ഞില്ലേ, എൻഡോക്രൈനോളജി സിസ്റ്റത്തിനെ പറ്റി പറഞ്ഞപ്പോ ധാരാളം ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിനകത്ത് ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത്തരം ഹോർമോണുകളുടെ ഇംബാലൻസ് മൂലം, അബ്നോർമാലിറ്റി മൂലം നമുക്ക് പല വിധത്തിലുള്ള അസുഖങ്ങൾ വരും അല്ലെ. അപ്പൊ ഹോർമോണൽ അസൈലൊക്കെ എന്താണ് നമ്മൾ നോക്കുന്നത്? ഇതിന്റെ ടെസ്റ്റ് യൂസ്ഡ് ടു കൺഫേം ദ ഹോർമോണൽ അബ്നോർമാലിറ്റീസ് അല്ലെ. ഓക്കെ, ഹോർമോണൽ അബ്നോർമാലിറ്റീസിനെ പറ്റി പഠിക്കുന്നതിനായിട്ട് നടത്തുന്ന ടെസ്റ്റുകളാണ് ഇവിടെ വരുന്നത്. അപ്പൊ നമുക്കറിയാം ഹോർമോണിന്റെ ഇംബാലൻസ് കൊണ്ടാണ് നമുക്ക് ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസം, അതുപോലെ ഒബിസിറ്റി അല്ലെ, PCOS, ഒബിസിറ്റി എന്ന് പറഞ്ഞാൽ പൊണ്ണത്തടി അല്ലെ, PCOS, പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരുപാട് ഇനിയുണ്ട്. ഹോർമോണൽ ഇംബാലൻസ് മൂലം പല വിധത്തിലുള്ള അസുഖങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അതിന്റെ രോഗങ്ങളെ നടത്തുന്ന ഒരു സർവീസ് ആണ് ഹോർമോണൽ അസൈൻമെന്റ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ടെസ്റ്റ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഹോർമോണൽ അബ്നോർമാലിറ്റീസ് ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിലുള്ള ഹോർമോണൽ അബ്നോർമാലിറ്റീസിനെ കുറിച്ചുള്ള പഠനമാണ് കേട്ടോ ഹോർമോണൽ അസൈൻമെന്റ് ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ട് ഇതിനകത്താണ് വരുന്നത്, ക്ലിനിക്കൽ ബയോ കെമിസ്ട്രിക്ക് ആണ് വരുന്നത് കേട്ടോ. ഓക്കെ ആണോ? അപ്പൊ 3 വിഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മള് മെയിൻ ആയിട്ട് ലാബിനെ 5 ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത്. ഫങ്ഷണൽ ഡിവിഷൻസ് ആണ് കേട്ടോ. ഏതൊക്കെയായിരുന്നു? ക്ലിനിക്കൽ പാത്തോളജി, ക്ലിനിക്കൽ മൈക്രോബയോളജി, ക്ലിനിക്കൽ ബയോ കെമിസ്ട്രി, യൂറിൻ അനാലിസിസ് ആൻഡ് ബ്ലഡ് ബാങ്ക്. ഓക്കെ, ക്ലിനിക്കൽ പാത്തോളജിക്കകത്ത് വരുന്ന കമ്പോണന്റുകൾ ഏതൊക്കെയാണ്? ഹെമറ്റോളജി, സൈറ്റോളജി, ഹിസ്റ്റോപാത്തോളജി ആൻഡ് പ്രോട്ടീൻ പാത്തോളജി. ഓക്കെ, ക്ലിനിക്കൽ മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു മൈക്രോ എന്ന വാക്ക് എടുക്കാം, മൈക്രോ ഓർഗാനിസംസ് ആയിട്ട് കണക്ട് ചെയ്യാം. അതിനകത്ത് വരുന്ന കമ്പോണന്റുകൾ ഏതൊക്കെയാണ്? മൈക്രോ ഓർഗാനിസം, ബാക്ടീരിയോളജി, വൈറോളജി, മൈക്രോ ബാക്ടീരിയോളജി, അതുപോലെ തന്നെ പാരസൈറ്റോളജി അല്ലെ, ഇമ്മ്യൂണോളജി, പെറോളജി, ഇതൊക്കെയാണ് അതിനകത്ത് വരുന്ന കമ്പോണന്റ് കേട്ടോ. അതിനെ എടുത്ത് ചോദിക്കാം സ്റ്റഡി ഓഫ് എന്ന് ചോദിച്ചിട്ടുണ്ട്. മൈക്കോളജി ആണ് കേട്ടോ, മൈക്കോളജി. ഓക്കെ, പിന്നെ ക്ലിനിക്കൽ ബയോ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ശരീരത്തിനകത്തുള്ള ബയോ മോളിക്യൂൾസുകളെ പഠന വിധേയമാക്കുന്നു. അങ്ങനെ രോഗനിർണയം നടത്തുന്ന സേവനങ്ങളാണ് ആ ഒരു സർവീസിനകത്ത് വരുന്നത്. 2 കമ്പോണന്റുകളാണ് ബയോ കെമിക്കൽ അനാലിസിസും ഹോർമോണൽ അസൈൻമെന്റും. ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് വാങ്ങിക്കാമോ? ഇത്രയെടുത്ത താങ്കളൊന്ന് ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു നോക്കിയേ. നിങ്ങള് ഒന്ന് ജസ്റ്റ് വാങ്ങിക്കട്ടോ. കുറച്ച് വെള്ളം നോക്കിട്ടെ. പേരൊക്കെ നിങ്ങൾക്ക് ഇത്രയും ഭാഗങ്ങൾ ഓക്കെ ആണോ? അടുത്ത ഭാഗത്തോട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഹൈറാർക്കിയാണ് കേട്ടോ. അതായത് നമ്മൾ ഈ പറയുന്ന ലാബിനകത്തുള്ള ഒരു സ്റ്റാഫിങ്ങിന്റെ ഒരു ഹൈറാർക്കിയാണ് കാണാനായിട്ട് കേട്ടോ. അത് നമുക്ക് നോക്കാം. അപ്പൊ പ്രധാനമായിട്ട് നമുക്ക് പൊസിഷൻ ഏറ്റവും ഹൈ ലെവലിൽ നിന്ന് താഴത്തോട്ടാണ്. ഹൈറാർക്കി എന്ന് പറയുമ്പോൾ ഒരു ഹൈറാർക്കിയിൽ ഒരു സ്റ്റാഫിംഗ് ആണ് നമ്മളവിടെ കാണിക്കുന്നത്. ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തി, അതിന് തൊട്ട് താഴെ, പിന്നെ ഏറ്റവും താഴെ നിൽക്കുന്നത്, ആ ഒരു ലെവലിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പൊസിഷൻ പഠിക്കണം. സ്റ്റാഫിംഗ് ആണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. പിന്നെ അവരുടെ എഡ്യൂക്കേഷൻ ട്രെയിനിങ്, അവരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ്, ദെൻ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് കേട്ടോ. ഓരോ സ്റ്റാഫുകളുടെ ഉത്തരവാദിത്തങ്ങൾ, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്
നമ്മള് പൊസിഷൻ നോക്കുക, റെസ്പോൺസിബിലിറ്റി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ റെസ്പോൺസിബിലിറ്റീസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതാരുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് ചോദിക്കാം, അങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ. പൊസിഷൻ വന്നിട്ട് അവരുടെ റെസ്പോൺസിബിലിറ്റി ഏതാണെന്ന് തിരിച്ചറിയാൻ പറയാറുണ്ട്, അല്ലെങ്കിൽ തിരിച്ചും ചോദിക്കാറുണ്ട്. റെസ്പോൺസിബിലിറ്റി വന്നിട്ട് ഇത് ഏത് പൊസിഷനിലുള്ള സ്റ്റാഫിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്, അങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. അതൊന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കണം. ഓക്കെ, നമുക്ക് വായിക്കാം കേട്ടോ. ഏറ്റവും ഫസ്റ്റ് വരുന്നത് ലബോറട്ടറി ഡയറക്ടർ ആണ് കേട്ടോ. ലാബ് ഡയറക്ടർ ആണ്. ഓക്കെ, നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ എന്താ പറയാ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ, എന്തായാലും എല്ലാവരും ചെയ്തിട്ടുണ്ടായിരിക്കും. ഹോസ്പിറ്റലിൽ മാത്രമല്ല, പുറത്തുനിന്നായാലും ലാബിൽ പോയിട്ടൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രിന്റ് ഔട്ട് ആയിട്ട് ഒരു സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ ആ ഒരു ഷീറ്റിന്റെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ കുറെ പേരുടെ സൈനൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതിന്റെ ലബോറട്ടറി ഡയറക്ടറുടെ സൈനൊക്കെ കാണാൻ പറ്റുമെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ. ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇനി അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക കേട്ടോ. പ്രിന്റ് ഔട്ട് തരില്ലേ, റിസൾട്ടിന്റെ പ്രിന്റ് ഔട്ട് തരുമ്പോൾ അടിയിൽ ലാബ് ഡയറക്ടർ ഒരു സൈനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ലബോറട്ടറി ഡയറക്ടർ. ഇപ്പൊ ഫസ്റ്റ് വരുന്നത് ലബോറട്ടറി ഡയറക്ടർ ആണ്, ലാബ് ഡയറക്ടർ ആണ്. അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ഡോക്ടറൽ ഡിഗ്രി ബ്രാക്കറ്റില് MD കൊടുത്തിട്ടുണ്ട്, PhD കൊടുത്തിട്ടുണ്ട് കേട്ടോ. സംടൈംസ് എ മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്, ബോർഡ് സർട്ടിഫിക്കേഷൻ ഇതാണ് പറയുന്നത്. ഒന്നില്ലെങ്കിൽ ഡോക്ടറൽ ഡിഗ്രിയാണ് പറയുന്നത്, MD എന്ന് വെച്ചാൽ ഡോക്ടർ ഓഫ് മെഡിസിൻ ആണ് കേട്ടോ, ഡോക്ടറൽ ഡിഗ്രി. അല്ലെങ്കിൽ PhD, അതും ഡോക്ടറൽ ഡിഗ്രി എന്നാണ് നമ്മൾ പറയുന്നത്. PhD എന്ന് പറയുന്നത് സയന്റിസ്റ്റ് ആണ് അല്ലെ, ഡോക്ടർ ഓഫ് ഫിലോസഫി ആണ്. ദാറ്റ് മീൻസ് ആ ഒരു ക്ലിനിക്കൽ ഒരു ലബോറട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു വിഷയത്തിനായിട്ട് PhD സ്കോളർ ആയിട്ടുള്ള ആളുകൾ കേട്ടോ. രണ്ടുപേരും ഡോക്ടർ തന്നെയല്ലേ നമ്മൾ പറയുന്നത്. MBBS ഡോക്ടർ ഉണ്ട്, PhD ഡോക്ടേഴ്സ് ഉണ്ട് കേട്ടോ, അറിയാലോ. അപ്പൊ ഡോക്ടറൽ ഡിഗ്രി ആണ് പറയുന്നത്. ഒന്നില്ലെങ്കിൽ MD കേട്ടോ, ഡോക്ടർ ഓഫ് മെഡിസിൻ ആണ്, അതല്ലെങ്കിൽ PhD സ്കോളർ ആണ് കേട്ടോ. ദാറ്റ് മീൻസ് മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്. PhD എന്ന് പറയുമ്പോൾ ഒരു സയന്റിസ്റ്റ് ആണ് അല്ലെ, അപ്പൊ മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്. ഈ രണ്ട് ക്വാളിഫിക്കേഷൻ രണ്ടും ഒരുമിച്ച് വേണ്ട, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും അവിടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് കേട്ടോ. അതോടൊപ്പം തന്നെ ബോർഡ് സർട്ടിഫിക്കേഷൻ കൂടാതെ ലബോറട്ടറി ബോർഡ് സർട്ടിഫിക്കേഷനും കൂടെ അതിന്റെ കൂടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആണ്. അപ്പൊ ജസ്റ്റ് അതൊന്ന് അറിഞ്ഞു വെച്ചാൽ മതി. അതിന് ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പൊ ലബോറട്ടറി ഡയറക്ടറുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഡോക്ടറൽ ഡിഗ്രി MD ആണ്, അതല്ല PhD കേട്ടോ. അത് ദാറ്റ് മീൻസ് PhD ക്ലിനിക്കൽ ലബോറട്ടറി സയൻസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ PhD സ്കോളർ ആയിട്ടുള്ള ആൾക്കാർ സയന്റിസ്റ്റ് ആണ് ശരിക്കും. അതോടൊപ്പം ലബോറട്ടറി ബോർഡ് സർട്ടിഫിക്കേഷനും കൂടെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, സർട്ടിഫൈഡ് ആയിരിക്കണം. സർട്ടിഫൈഡ് ആയിട്ട് ഒന്നില്ലെങ്കിൽ MD അല്ലെങ്കിൽ PhD സ്കോളർ ആയിരിക്കണം ലബോറട്ടറി ഡയറക്ടർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് നോക്കാം. അദ്ദേഹം ഏറ്റവും ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്, അതിൻ്റെതായ ഒരു റെസ്പോൺസിബിലിറ്റി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും അല്ലെ. നോക്കുക കേട്ടോ. പോയിന്റ് ഇതാണ്, കൺട്രോൾസ് ആൻഡ് മാനേജസ് ഓൾ ലാബ് ഓപ്പറേഷൻ കേട്ടോ. കൺട്രോൾസ് ആൻഡ് മാനേജസ് ഓൾ ലാബ് ഓപ്പറേഷൻ, ലാബിലെ എല്ലാ പ്രവർത്തനത്തിലും കൃത്യമായിട്ട് നിയന്ത്രിക്കുന്നതും മാനേജ് ചെയ്യുന്നതും ആരാണ്? ലബോറട്ടറി ഡയറക്ടർ ആണ്. കൂടാതെ ആൻഡ് എൻഷുവേഴ്സ് ക്വാളിറ്റി പേഷ്യന്റ് കെയർ അല്ലെ, ഏറ്റവും അതായത് രോഗിക്ക് ഏറ്റവും ഗുണമേന്മയുള്ള ഒരു പരിചരണം ഉറപ്പാക്കുന്നതും അദ്ദേഹമാണ്. ഗുണമേന്മയുള്ള പരിചരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും കൃത്യമായിട്ടുള്ള ലാബ് റിസൾട്ടുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയാണ്, അത് ലബോറട്ടറി ഡയറക്ടർ ആണ് കേട്ടോ. അതാണ് അവിടെ പറയുന്നത്. പിന്നെന്താണ്? ടെസ്റ്റ് റിസൾട്ടിന്റെ കൺസൾട്ടിംഗ് പാത്തോളജിസ്റ്റ് കേട്ടോ. അതായത് ആ രോഗിയുടെ കൺസൾട്ടിംഗ് പാത്തോളജിസ്റ്റുമായിട്ട് ടെസ്റ്റ് റിസൾട്ടുകൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതും ആള് തന്നെയായിരിക്കും ലബോറട്ടറി ഡയറക്ടർ ആയിരിക്കും. കാര്യം ഇപ്പൊ ഒരു ഡോക്ടറുടെ നിർദ്ദേശാനുസരണമായിരിക്കും ഒരു രോഗി വന്നിട്ട് ലാബ് ടെസ്റ്റുകൾക്ക് വിധേയമാവുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ലാബ് പരിശോധന നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൺസൾട്ടന്റ് പാത്തോളജിസ്റ്റ് അവരുടെ ഡോക്ടറുമായിട്ട് ഈ രോഗിയുടെ രോഗവിവരങ്ങളും അതിന്റെ കാര്യങ്ങളും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് ആരായിരിക്കും? ലബോറട്ടറി ഡയറക്ടർ ആയിരിക്കും കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് ഉത്തരവാദിത്തങ്ങൾ നമ്മൾ പറഞ്ഞത്? കൺട്രോൾസ് ആൻഡ് മാനേജസ് ഓൾ ലാബ് ഓപ്പറേഷൻസ്, എല്ലാവിധ ലാബ് പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നതും അതുപോലെ തന്നെ മാനേജ് ചെയ്യുന്നതും ലബോറട്ടറി ഡയറക്ടർ ആണ്. ആൻഡ് ഹി എൻഷുവേഴ്സ് ദ ക്വാളിറ്റി പേഷ്യന്റ് കെയർ, ഏറ്റവും ഗുണമേന്മയുള്ള ഒരു രോഗി പരിചരണം അദ്ദേഹം ഉറപ്പാക്കുന്നു. അതോടൊപ്പം തന്നെ എക്സ്പ്ലെയിൻ ദ ടെസ്റ്റ് റിസൾട്ട് വിത്ത് കൺസൾട്ടിംഗ് പാത്തോളജിസ്റ്റ്, അവരുടെ രോഗിയുടെ കൺസൾട്ടിംഗ് പാത്തോളജിസ്റ്റുമായിട്ട് രോഗവിവരങ്ങൾ അല്ലെങ്കിൽ രോഗിയുടെ ലാബ് പരിശോധനകൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് തന്നെയാണ് ലബോറട്ടറി ഡയറക്ടർ. ക്ലിയർ ആയോ പറഞ്ഞത്? ലബോറട്ടറി ഡയറക്ടറുടെ ഉത്തരവാദിത്തം ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? ഓക്കെ,
അടുത്തതാണ് ടെക്നിക്കൽ സൂപ്പർവൈസർ. ഇതാണ് ടെക്നിക്കൽ സൂപ്പർവൈസർ. ടെക്നിക്കൽ എന്ന് പറയുമ്പോൾ അവർ എന്ത് സപ്പോർട്ട് ആയിരിക്കും കൊടുക്കുന്നത്? ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന സ്റ്റാഫുകളായിരിക്കും അല്ലെ. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷനും നോക്കാം നമുക്ക്. ഒന്നില്ലെങ്കിൽ ഇതുപോലെ തന്നെ ഡോക്ടറൽ ഡിഗ്രി, എക്സാമ്പിൾ MD ഓർ PhD ആണ് പറയുന്നത്. പിന്നെ പറയാവുന്നത് മേ ബി മാസ്റ്റേഴ്സ് ഓർ ബാച്ചിലേഴ്സ് ഡിഗ്രി എക്സ്പീരിയൻസ് വിത്ത് ബോഡി സർട്ടിഫിക്കറ്റ്. ഒന്നില്ലെങ്കിൽ ഡോക്ടർ ഓഫ് മെഡിസിൻ ആയിരിക്കണം, അല്ലെങ്കിൽ PhD സ്കോളർ ആയിരിക്കണം. അതുമല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ലാബുമായിട്ട് ലബോറട്ടറി സയൻസിലാണെങ്കിൽ അതിന്റെ ഒന്നില്ലെങ്കിൽ ഡിഗ്രി, ബാച്ചിലർ ഡിഗ്രി, ദാറ്റ് മീൻസ് ഡിഗ്രി അല്ലെങ്കിൽ PG മാസ്റ്റേഴ്സ് ഡിഗ്രി വിത്ത് എക്സ്പീരിയൻസ് ആണ് അതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് കേട്ടോ. ഇതിൽ ഏതെങ്കിലും ഒന്നും മതി കേട്ടോ. ടെക്നിക്കൽ സൂപ്പർവൈസറിന് ഒന്നില്ലെങ്കിൽ MD ആയിരിക്കാം, ഡോക്ടർ ഓഫ് മെഡിസിൻ അല്ലെങ്കിൽ PhD സ്കോളർ ആവാം. അതുമല്ലെങ്കിൽ ബന്ധപ്പെട്ട വിഷയത്തിൽ, അതായത് ലബോറട്ടറി സയൻസിലെ ഒന്നില്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രിയോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി PG സർട്ടിഫൈഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും കേട്ടോ. അവരുടെ റെസ്പോൺസിബിലിറ്റി എന്തായിരിക്കും? ആ പേരിൽ തന്നെ നമുക്ക് കിട്ടും, ടെക്നിക്കൽ സൂപ്പർവൈസർ ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഫംഗ്ഷൻ എന്താണ്? പ്രൊവൈഡ് സൂപ്പർവിഷൻ ഓഫ് ടെക്നിക്കൽ ആൻഡ് സയന്റിഫിക് ഫംഗ്ഷൻസ് ഓഫ് ദ ലാബ് അല്ലെ. അതൊരു ലാബിന് ആവശ്യമായിട്ടുള്ള സാങ്കേതിക പിന്തുണ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? ടെക്നിക്കൽ സൂപ്പർവൈസർ എന്ന് പറയുന്നത്. ടെക്നിക്കൽ ആണ്. സോ അവരെന്താണ് കൊടുക്കുന്നത്? പ്രൊവൈഡ്സ് ദ സൂപ്പർവിഷൻ ഓഫ് ടെക്നിക്കൽ ആൻഡ് സയന്റിഫിക് ഫംഗ്ഷൻസ് ഓഫ് ദ ലാബ്. ഒരു ലാബിന്റെ സാങ്കേതികമായിട്ടുള്ള അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള എല്ലാ ഫംഗ്ഷൻസും ചെയ്യുന്നതിന് മേൽനോട്ടം നൽകുന്ന വ്യക്തിയാണ് ടെക്നിക്കൽ സൂപ്പർവൈസർ. സാങ്കേതികമായിട്ടുള്ള പിന്തുണ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പൊ എല്ലാം സിസ്റ്റം ബേസ്ഡിലാണ് അല്ലെ. ഇപ്പൊ ലാബിനാണെങ്കിലും അവിടുത്തെ വർക്ക് ഫ്ലോ നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് ധാരാളം സിസ്റ്റംസ് അല്ലെ, സാങ്കേതികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ഉപയോഗപ്പെടുക. ഇനി പഠിക്കും നമ്മള് LIMS ഒക്കെ പഠിക്കും, ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. അപ്പൊ അതിലൊക്കെ ഒരുപാട് കമ്പ്യൂട്ടറും നെറ്റ്വർക്ക്സും സോഫ്റ്റ്വെയറും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു സയന്റിഫിക് ആയ ഒരു ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സ്റ്റാഫാണ് ടെക്നിക്കൽ സൂപ്പർവൈസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ജനറൽ സൂപ്പർവൈസർ. ജനറൽ എന്ന് പറയുന്നത് പൊതുവായിട്ടുള്ള അർത്ഥമാണ്. ജനറൽ സൂപ്പർവൈസറിന്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. മേ ബി ദ സെയിം പേഴ്സൺ ആസ് ദ ലാബ് ഡയറക്ടർ ഓർ ടെക്നിക്കൽ സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അതേ യോഗ്യതയുള്ള ആളുകളായിരിക്കും. അതായത് ഒന്നിന് MD അല്ലെങ്കിൽ PhD സ്കോളർ ആയിരിക്കാം. പിന്നെ പറയുന്നത് ഡിപ്പെൻഡിങ് ഓൺ ദ ലാബ് ആൻഡ് എക്സ്പീരിയൻസ് MLS ഓർ MT ഓർ MLT ബി ക്വാളിഫൈഡ് കേട്ടോ. അതും അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ MLS ഓർ MT. MLS എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡിക്കൽ ലബോറട്ടറി സയൻസ് എന്നാണ് പറയുക. മെഡിക്കൽ ലബോറട്ടറി സയൻസ് അത് തന്നെയാണ് MT എന്ന് പറയുന്നത് കേട്ടോ. അതായത് മെഡിക്കൽ ടെക്നോളജി എന്ന് പറയും കേട്ടോ. മെഡിക്കൽ ലബോറട്ടറി അതാണ് കേട്ടോ, മെഡിക്കൽ ടെക്നോളജി MT ആണ് കേട്ടോ. ഓക്കെ, പിന്നെ വരുന്നത് MLT, മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ ആണ് കേട്ടോ. മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ ആണ്. MLS മെഡിക്കൽ ലബോറട്ടറി സയൻസും MLT എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ആണ് കേട്ടോ. ടെക്നോളജി പഠിച്ചിട്ടുള്ള വ്യക്തിനെ MLT എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇറ്റ് മേ ക്വാളിഫൈ. ഓക്കെ, അപ്പൊ ഒന്നില്ലെങ്കിൽ എന്തായിരിക്കണം? MD അല്ലെങ്കിൽ PhD തന്നെ ആയിരിക്കണം. അതും അല്ലാന്നുണ്ടെങ്കിൽ MLS ഓർ MLT ഉണ്ടായിരിക്കണം കേട്ടോ. MLS എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ലബോറട്ടറി സയൻസ് ആണ്. MLT എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ആണ് കേട്ടോ. ഓക്കെ, ഇത് രണ്ടും ലാബുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കോഴ്സ് തന്നെയാണ്. MLS എന്ന് പറഞ്ഞാൽ MLT. പക്ഷെ MLT-നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു പടി മുന്നിൽ നിൽക്കുന്ന ഒരു കോഴ്സാണ് MLS എന്ന് പറയുന്നത്. മെഡിക്കൽ ലബോറട്ടറി സയൻസ് ആണ് കേട്ടോ. അവര് പഠിച്ചിട്ടുള്ള ആൾക്ക് മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് എന്നാണ് നമ്മൾ അതിന് പറയുന്നത് കേട്ടോ. MLS MLS-ഉം MLT-യും എന്തുമാണ്? ലാബുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗം തന്നെയാണ്. പക്ഷെ MLT-നേക്കാളും കുറച്ചും കൂടി ഒരു പടി മുന്നിലാണ് MLS നിൽക്കുന്നത് കേട്ടോ. രണ്ടു കൂട്ടരും ചെയ്യുന്നത് ലാബിലെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. പക്ഷെ കുറെ കൂടെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ലാബ് പരിശോധനകളും സൂപ്പർവിഷനും ഗൈഡൻസും ഒക്കെ കൊടുക്കുന്നത് MLS-കാരാണ്. MLS അല്ലെങ്കിൽ MT എന്നും പറയും കേട്ടോ. MLS അവരുടെ തൊട്ട് താഴെയായിട്ടാണ് MLT-കാര് നിൽക്കുന്നത്. MLT രണ്ടു കൂട്ടരും ലാബ് പരിശോധന തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. പക്ഷെ MLT-നേക്കാളും ഒരു പടി മുന്നിൽ നിൽക്കുന്നവരാണ് MLS എന്ന് പറയുന്നത്. അവര് കുറെ കൂടെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ലാബ് പരിശോധനകളും മറ്റൊക്കെ ചെയ്യുന്ന MLS-മാരാണ്. അവരുടെ ഗൈഡൻസിലാണ് MLT-കാര് സാധാരണയായിട്ട് ലാബ് ടെസ്റ്റുകളും മറ്റും കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോ ജനറൽ സൂപ്പർവൈസർ ആണല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി എന്തായിരിക്കും? പ്രൊവൈഡ്സ് വിത്ത് സൂപ്പർവിഷൻ ഓഫ് ഡേ ടു ഡേ ഫംഗ്ഷൻസ് ഓഫ് ദ ലാബ്. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ, ഡേ ടു ഡേ ഫംഗ്ഷൻസ് ഓഫ് ദ ലാബ്. ഒരു ലാബിനകത്തെ ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം തന്നെ സൂപ്പർവൈസ് ചെയ്തിട്ടാണ് ജനറൽ സൂപ്പർവൈസർ ആണ് അല്ലെ. പ്രൊവൈഡ്സ് സൂപ്പർവിഷൻ ഓഫ് ഡേ ടു ഡേ ഫംഗ്ഷൻസ് ഓഫ് ദ ലാബ്. ഒരു ലാബിനകത്തെ ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം തന്നെ മേൽനോട്ടം വഹിക്കുന്നത് ജനറൽ സൂപ്പർവൈസർ ആയിരിക്കും.
ഓക്കെ, ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? പിന്നെ ഇത്രയും മതി കേട്ടോ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് ലാബ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, എന്തൊക്കെയാണ് ബയോളജിക്കൽ സ്പെസിമെൻസ്, എന്താണ് ഒരു ലാബിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്, അതായത് അവരുടെ കസ്റ്റമേഴ്സ് പറഞ്ഞാല് ആരൊക്കെയാണ്? ഡോക്ടേഴ്സും പേഷ്യന്റും ഒക്കെയാണ് അല്ലെ. അവർക്ക് ആവശ്യമായ എക്സാക്ട് റിസൾട്ട്, ഏറ്റവും കൃത്യമായിട്ടുള്ള റിസൾട്ട് കൊടുക്കുക എന്നുള്ളതാണ് ലാബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. പിന്നെ ലാബ് അവർ ചെയ്യുന്ന ഫംഗ്ഷനെ ബേസ് ചെയ്തത് നമ്മൾ 5ആയിട്ട് ഡിവൈഡ് ചെയ്തു. ക്ലിനിക്കൽ പാത്തോളജി, ക്ലിനിക്കൽ മൈക്രോബയോളജി, ക്ലിനിക്കൽ ബയോകെമിസ്ട്രി, യൂറിനാലിസിസ്, ബ്ലഡ് ബാങ്ക്. ഓക്കെ, അപ്പൊ അതിനകത്ത് യൂറിനാലിസിസും ബ്ലഡ് ബാങ്കും നമുക്ക് തെറ്റില്ല, അത് കുഴപ്പമില്ല. പക്ഷെ ക്ലിനിക്കൽ പാത്തോളജിക്കകത്ത് വരുന്ന വിഭാഗങ്ങള്, ക്ലിനിക്കൽ മൈക്രോബയോളജിക്കകത്ത് വരുന്ന കമ്പോണന്റുകള്, ഇനി ക്ലിനിക്കൽ ബയോകെമിസ്ട്രിക്കകത്ത് വരുന്ന കമ്പോണന്റുകള്, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കാം. പിന്നെ നമ്മൾ ഹൈറാർക്കി തുടങ്ങി വെച്ചിട്ടുണ്ട്. ലബോറട്ടറി ഡയറക്ടർ, അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ടെക്നിക്കൽ സൂപ്പർവൈസർ, അപ്പൊ ടെക്നിക്കൽ സയന്റിഫിക് സപ്പോർട്ട് കൊടുക്കുന്ന വ്യക്തിയാണ്. ജനറൽ സൂപ്പർവൈസർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഡേ ടു ഡേ, ജനറൽ ആയിട്ടുള്ള ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓഫ് ദ ലാബിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തിയാണ്. മ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. Hi, ma'am. ഞാൻ ഇന്നത്തെ ക്ലാസ് ആയിട്ടുള്ള ഡൗട്ടല്ല ചോദിക്കണേ. പിന്നെ നമുക്കിപ്പോൾ പിന്നെ 6 മൊഡ്യൂളല്ലേ, അതിൽ 3 മൊഡ്യൂള് 3 മാസം, 3 മൊഡ്യൂള് 3 മാസം എന്ന് പറഞ്ഞാൽ, അപ്പൊ ഈ 3 മാസം അപ്പൊ അത് എക്സാം എപ്പോഴായിരിക്കും വരിക? ഒന്നിച്ചായിരിക്കും ഈ 4 മൊഡ്യൂളും? അല്ല, ഒന്നിച്ചല്ല വരിക കേട്ടോ. അതായത് ആദ്യത്തെ 3 മാസത്തിൽ നമ്മൾ 2 മൊഡ്യൂൾ ചാർട്ട് തീരും. അതൊക്കെ അതിന്റെ എക്സാം സ്റ്റഡി ലീവിൽ തന്നെ അതിന്റെ എക്സാം. മെയിൻ എക്സാം അല്ല, മൊഡ്യൂൾ എക്സാം ഞാൻ പറയാം കേട്ടോ. മൊഡ്യൂൾ എക്സാം പിന്നീട് മെയിൻ എക്സാം മെയിൻ എക്സാം ലാസ്റ്റ് വരും കേട്ടോ. സ്ട്രേറ്റ് ആയിട്ട് മൊഡ്യൂൾ 4 മൊഡ്യൂൾ ഉണ്ടാവൂല്ലേ? 4 മൊഡ്യൂള് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും എക്സാം. മൊഡ്യൂൾ 1 ചാപ്റ്റേഴ്സ്, 2 3 ഫോം ഓക്കെ താങ്ക് യു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ നല്ലവണ്ണം വായിക്കണം കേട്ടോ. ശരി, എന്നാ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.
Good morning. Okay. Karen. Let us start. Okay, good morning, Shilpa. Let us start. Okay, Aditya, good morning. Yes, Shilpa. Okay, let us start. Now, regular start. Yes. Yes. Okay. Now, we discuss this. ടെൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു. ടെൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ 3 ടെൻസുകളെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു. അത് സിമ്പിൾ പ്രസന്റ് ഉണ്ടായിരുന്നു, സിമ്പിൾ പാസ്റ്റ് ഉണ്ടായിരുന്നു, സിമ്പിൾ ഫ്യൂച്ചർ ഉണ്ടായിരുന്നു. അപ്പൊ 3 ടെൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ പറഞ്ഞു പോവുകയാണ്. സിമ്പിൾ പ്രസന്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല് വെർബിന്റെ പ്രസന്റ്. ഇതാണ് സിമ്പിൾ ഫ്യൂച്ചർ. ഇത്രയും വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പൊ ഈ സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്ന ടെൻസിൽ പോസിറ്റീവ് ടൈപ്പ് ആയിട്ടുള്ള വാചകങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു, നെഗറ്റീവ് ടൈപ്പ് ആയിട്ടുള്ള വാചകങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി അതിനകത്ത് ക്വസ്റ്റ്യൻ മോഡൽ വരുന്ന വാചകങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് അടുത്തിലോട്ട് പോവാം. യെസ്, അപ്പൊ നമുക്ക് അങ്ങോട്ട് വരികയാണ്. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞ സിമ്പിൾ ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല് പിന്നെ വെർബിന്റെ പ്രസന്റൻസ്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ ഒരു വാചകം പറയുകയാണെങ്കിൽ ഐ വിൽ കണ്ടിന്യൂ മൈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റഡീസ്. ഐ വിൽ കണ്ടിന്യൂ മൈ സ്റ്റഡീസ്. ഞാൻ എന്റെ പഠനം കണ്ടിന്യൂ ചെയ്തു, കണ്ടിന്യൂ മൈ സ്റ്റഡീസ്. ഐ വിൽ ടീച്ച് ഇംഗ്ലീഷ് ഗ്രാമർ. ഇനി അതിന്റെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു നോട്ട് ചേർത്താൽ മതി. വില്ലോ ഷാലോ കഴിയുമ്പോൾ ഒരു നോട്ട് ചേർത്താൽ മതി. I will not study English grammar. I will not continue my course. I will not prepare food for the family. I will not clean my room. അപ്പൊ അങ്ങനെ will not വെച്ചിട്ട് പറയും. അപ്പൊ അതെന്തായി നെഗറ്റീവ് ടൈപ്പുള്ള വാചകമായിട്ട് മാറുന്നു. ഇനി അതിനെ ഒരു ക്വസ്റ്റ്യൻ ആക്കാനായിട്ട്, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് വില്ലോ ഷാലോ ആദ്യം പറഞ്ഞാൽ മതി. വില്ലോ ഷാലോ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറുന്നു? ക്വസ്റ്റ്യൻ, അതൊരു ചോദ്യമായിട്ട് മാറും. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? വിൽ യു കം വിത്ത് മീ? നിങ്ങൾ എന്റെ കൂടെ വരുമോ? വിൽ യു ടീച്ച് മീ ഇംഗ്ലീഷ്? നിങ്ങൾ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുമോ? വിൽ യു ഡ്രോ പിക്ചർ? നീ പടം വരക്കുമോ? വിൽ ഷീ ഡ്രിങ്ക് ടീ? അവൾ ചായ കുടിക്കുമോ? കുടിക്കുമോ, പഠിക്കുമോ, പഠിപ്പിക്കുമോ? ഇങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിൽ എന്ന് പറയുന്ന വേർഡ് ആദ്യം പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്കറിയാവുന്ന വില്ല് വെച്ച് വരുന്ന നിങ്ങളുടെ വാചകങ്ങൾ ആദ്യം വരുന്ന ചോദ്യങ്ങൾ ചോദിച്ച് നമുക്ക് വേണമെങ്കിൽ ജോലിക്ക് പോകുന്ന ഭർത്താവിനോടോ അച്ഛനോടോ ചോദിക്കാം, നേരത്തെ വരുമോ? വിൽ യു കം ഏർലി? അല്ല, ഏർലി, നേരത്തെ. വിൽ യു കം ഏർലി? നല്ല സ്ഥാപനത്തിൽ മക്കളെ ചേർത്ത് കഴിയുമ്പോൾ അങ്ങോട്ട് ചോദിക്കാം, നീ പഠിക്കുമോ? പഠിക്കുമോ? വിൽ യു സ്റ്റഡി വെൽ? നീ നന്നായിട്ട് പഠിക്കുമോ? യെസ്.
അപ്പൊ വില്ല് ആദ്യം വരുന്ന 1-2 ചോദ്യമായിട്ട് ചോദിക്കാവുന്ന വാചകങ്ങൾ പറയും. ഗായത്രി. യെസ്. അപ്പൊ അവിടെ നിൽക്കട്ടെ, ഗായത്രിനെ കിട്ടിയില്ല. യെസ്. ഇനി ആദിത്യ ശ്രീകുമാർ. Sir, yes, good morning. വില്ല് വരുന്ന 2-3 ചോദ്യങ്ങൾ എന്നോട് ചോദിച്ച്. Will you be here early? Will you be here early? Yes, I will be here early. Yes. Will you call me later? Will you call me later? Okay, I will call you later. Will there be food at the party? Will you attend the party? Yes, I will attend the party. Will it rain today? Will it rain today? Today. Will it rain today? Hello, yes, perhaps there may be rain today. Okay, Aditya, very good. Okay. Thank you. Deviya. Samira. Good morning, sir. Yes, good morning. Will വെച്ച് വരുന്ന 2-3 ചോദ്യങ്ങൾ ചോദിച്ചു. ആദിത്യ മറുപടി പറഞ്ഞു കേട്ടോ. ആദിത്യയുടെ ആദിത്യ മറുപടി പറഞ്ഞു. Aditya, will you drop me? എന്താ? Will you drop me? Will you drop? അപ്പൊ വഴിയിൽ വെച്ച് കണ്ടേക്കാം. അപ്പൊ ആദിത്യ വണ്ടിക്ക് സമീറ സ്റ്റോപ്പ് ചെയ്യാം. Will you drop me? Of course I will. Will you like me? Actually, I don't know, but I like you. I like you. Yes, I like you. Yes. Okay, thank you. Yes. Will you study well? Will you study well? നന്നായിട്ട് പഠിക്കുമോ ആദിത്യ? Yes, I will. Yes, I Will you will. drink juice? No, Will you? I will. I will not. Okay. I will. No one I will not. Then I will. Okay, ഇത്രേ ഉള്ളൂ സർ. Okay, very good. Okay, സമീറ അവിടെ നിന്നോട്ടോ. ആദിത്യ കുഴപ്പമില്ല. അഞ്ജന കേക്ക്. അഞ്ജന. അഞ്ജന, ബില്ല് വരുന്ന 2-3 ചോദ്യങ്ങൾ സമീറയോട് ചോദിച്ചേ. ബില്ലിൽ തുടങ്ങുന്ന 2-3 ചോദ്യങ്ങൾ. Will you come in temple? Will you come with me to the temple? Yes. No, I will not come to the temple. Okay. Will you help me? Yes, of course. Yes. Oh, very good. Yes, of course. Very good. Will you close the window? Yes, of course. കാരണം സബ്ജക്ട് സമീറ വീടിന്റെ അടുത്താണ്. അപ്പൊ അതുകൊണ്ട് will you close the window? Okay, നല്ല സെന്റൻസ്. Yes. Will you finish the study? Yes. Will you give a note? Yes, of course. Yes. കറക്റ്റാണ് പ്രജോദിച്ചത്. കറക്റ്റാണ്. ഇത്രയും പോരെ സർ? ഓക്കെ അച്ഛന. ഓക്കെ സമീറ. ഓക്കെ. ഗായത്രി. യെസ്, ഗായത്രി വരുമെന്ന് വിശ്വസിക്കാം. അഞ്ജന അജു. യെസ്. ശില്പ സാഗിൽ. ശില്പ. മേഘ വിശ്വ. Yes, sir. ഓക്കെ, ഇനി മേഘ വിശ്വം
വില്ല് വെച്ച് തുടങ്ങുന്ന 2-3 ചോദ്യങ്ങൾ അഞ്ജനയോട് ചോദിക്കും. Okay, sir. യെസ്. Will you drink coffee? കേട്ടില്ല. വിൽ യു ഡ്രിങ്ക് കോഫി? ചായ കുടിക്കുമോ? Yes. Will you cook food? Yes, I cook food. Will you see movies? Watch മനസ്സിലായി. movies? Yes, I watched movies. Will you teach children? No. Yeah. Will you go Jambu tomorrow? Yes. ഓക്കെ വേദ, വെരി ഗുഡ്. ഓക്കെ അഞ്ജന, വെരി ഗുഡ്. സ്മിത സതീഷ്. സ്മിത അറിയാം, അടുത്തതല്ലേ? ഓക്കെ. അപ്പൊ അവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞത് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത ഒരു ടെൻസിലേക്ക് കിടക്കുകയാണ്. അടുത്ത ഒരു ടെൻസ് ഞാനിപ്പോ സമീറയോട് പറയാണ് അഞ്ജനനെ വിളിക്കൂ എന്ന് പറയാൻ. അങ്ങനെ സമീറനെ അഞ്ജനനെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു. നോക്കി നിന്ന് കഴിയുമ്പോൾ സമീറ തന്നെയാണ് കയറി വരുന്നത്. അപ്പൊ സമീറയോട് ചോദിക്കുകയാണ് അഞ്ജന എവിടെ? അപ്പൊ അഞ്ജന സമീറയുടെ പുറകെ വരുന്നുണ്ട്. അത് ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ സമീറ കണ്ടിട്ടുണ്ട്. അപ്പൊ അഞ്ജന എന്ത് പറയും? അവർ വരുന്നുകൊണ്ടിരിക്കുകയാകും. യെസ് അല്ല, വന്നുകൊണ്ടിരിക്കുകയാകും. ഈ ടെൻസ് ഈ അർത്ഥം വരുന്ന വാചകമാണ് ഇനി നമ്മൾ നോക്കുന്നത്. ആ ടെൻസിന്റെ പേരാണ് പ്രസന്റ് കണ്ടിന്യൂവസ്. പ്രസന്റ് കണ്ടിന്യൂവസ്. PRESENT, പ്രസന്റ് CONTINUOUS, കണ്ടിന്യൂവസ്. പ്രസന്റ് കണ്ടിന്യൂവസ് എന്ന് പറയുന്ന ടെൻസ്. ഓക്കെ. അപ്പോ ഈ പ്രസന്റ് കണ്ടിന്യൂവസ് എന്ന് പറയുന്ന ടെൻസിന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതണം. സബ്ജക്റ്റ് എഴുതി കഴിഞ്ഞാൽ ഒന്നുകിൽ ഈസ്, അല്ലെങ്കിൽ ആം, അല്ലെങ്കിൽ ആർ. ഈസ്, ആം, ആർ. സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. പിന്നെ വെർബ്, അതിന്റെ കൂടെ ING. സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വെർബ്, പിന്നെ അതിന്റെ കൂടെ ING. ഇതാണ് നമ്മൾ പറയുന്ന പ്രസന്റ് കണ്ടിന്യൂവസ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ, വെർബ് പ്ലസ് ING. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഐ സബ്ജക്റ്റ്, അതിന്റെ കൂടെ എന്ത് വരും? ആം വരും. ഐ ആം. പിന്നെ ഒരു വെർബും അതിന്റെ കൂടെ ING. റീഡ്, റീഡിങ്. ഐ ആം റീഡിങ് ദ ന്യൂസ് പേപ്പർ. ഐ ആം റീഡിങ് ദി ന്യൂസ് പേപ്പർ. ഷീ ആണ് സബ്ജക്റ്റ് എന്ന് വിചാരിക്കുക. ഷീ ഈസ് കുക്കിംഗ് ഫുഡ്. ഷീ ഈസ് കുക്കിംഗ് ഫുഡ്. യെസ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ദേ സബ്ജക്റ്റ് ആണ്. അപ്പൊ ദേയുടെ കൂടെ എന്ത് വരും? ആർ വരും. ദേ ആർ വാച്ചിങ് എ മൂവി. അവരൊരു സിനിമ കാണുകയാകുന്നു. അപ്പൊ സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഈസ്, അല്ലെങ്കിൽ ആം, അല്ലെങ്കിൽ ആർ. അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, അതിന്റെ കൂടെ ING. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രസന്റ് കണ്ടിന്യൂവസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആ പ്രസന്റ് കണ്ടിന്യൂവസ് ആയ ഒരു വാചകം വെറുതെ പറഞ്ഞു നോക്കി എന്തെങ്കിലും വെച്ചിട്ട്. ഇപ്പൊ നിങ്ങൾ അവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ അമ്മ അവിടെ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പറയാം മൈ മദർ ഈസ് കട്ടിങ് ദ വെജിറ്റബിൾസ്. നിങ്ങൾ അവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പറയാം മൈ ചൈൽഡ് ഈസ് പ്ലേയിങ് വിത്ത് ബോയ്. ബന്ധു ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന യെസ്. അപ്പൊ അവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അയൽപക്കത്തിൽ ഒച്ച കേൾക്കുക. അപ്പൊ നിങ്ങൾക്ക് പറയാം മൈ നൈബർ ഈസ് ക്വാറലിംഗ് വിത്ത് സംബഡി. ആരുമായിട്ടോ വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വീട്ടിൽ നിന്ന് നല്ല പാട്ടിന്റെ ശബ്ദം കേൾക്കാം. അപ്പോ നിങ്ങൾക്ക് പറയാം ദേ ആർ ഹിയറിംഗ് ദ മ്യൂസിക്. ദേ ആർ ഹിയറിംഗ് ദ മ്യൂസിക്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം
ഒന്നുകിൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, പിന്നെ വെർബ് അതിന്റെ കൂടെ ing. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രസന്റ് കണ്ടിന്യൂവസ് ടെൻസ് എന്ന് പറയുന്നത്. പ്രസന്റ് കണ്ടിന്യൂവസ് ടെൻസ്. ഓക്കെ, നിങ്ങൾ 2-3 പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞ് വെറുതെ. മേഘ വിഷു. ഓക്കെ, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, വെർബും ing എല്ലാം ഒരു വാചകം പറഞ്ഞു. അവിടെ നിന്ന് നോക്കുമ്പോ കാണുന്ന ടൈപ്പ് എന്ന് പറഞ്ഞാൽ മതി. അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന പോലെയുള്ള വാചകത്തിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു. I am attending my online class. Correct. I am attending my online class. Very good. Very good. Okay. ആ ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾ കാണുന്ന എന്തെങ്കിലും ഒരു കാഴ്ച, ഒരു പൂച്ച അതിലെ പോകുന്നുണ്ട്. അപ്പൊ പറയും a cat is going near the tree. മരത്തിന്റെ അടുത്ത് കൂടെ പോകുന്നു. The dog is barking. നായ കുരയ്ക്കുന്നു. കേട്ടോ, അവിടെ നിന്ന് നോക്കുമ്പോ ആ മുറിയിൽ നിന്ന് നോക്കുമ്പോ കാണുന്ന കാര്യങ്ങൾ വെച്ച് പറഞ്ഞാൽ മതി. Father is washing vehicle photo. My father is washing the vehicle. Okay, correct. Mother is cooking food. My mother is cooking food. Okay. Yes. My child watching TV. My child Watching TV. is watching TV. Okay. Okay, very good, very good, very good. അപ്പൊ മേഘ, ഞാനൊരു തമാശക്ക് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഐ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈസ് ആണ്, ആമാണ്, ആറാണ്? ഐ കഴിഞ്ഞിട്ട് ഈസ് വരൂ? ഐ കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഈസ് വരൂ? ഇല്ല. അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു ചോദിക്കട്ടെ, ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എത്രാമത്തെ അക്ഷരമാണ് ഐ എന്ന് നോക്കി? 9. അതൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞേ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 9ാമത്തെ അക്ഷരം, അതൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞേ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 9ാമത്തെ അക്ഷരമാണ് ഐ. I is the 9th letter of alphabet, English alphabet. നേരത്തെ പറഞ്ഞ ഐ കഴിഞ്ഞ ഈസ് വരില്ല. വരത്തില്ല. ഐ നൗണായിട്ടല്ലേ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. കറക്റ്റ് ആണ് പറഞ്ഞത്. അപ്പൊ ഐ എന്നുള്ളത് നമ്മൾ അപ്പൊ അവിടെ ഒരു ഇൻവെർട്ടഡ് കോമയുടെ അകത്താണ് സ്വീപ്പ് ചെയ്യുന്നത്. ഐ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ എന്ന അർത്ഥത്തിലല്ല. ഐ എന്ന് പറയുന്ന ലെറ്റർ ആണ്. ഐ ഈസ് ദ 9th letter in English alphabet. I is the only letter that comes after H. H ന് ശേഷം വരുന്ന വേർഡ് ഐ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. സമീറ, സമീറ, സമീറ പറയുന്ന ഒരു ആംഗലങ്ങൾ അവിടെ നിന്ന് സമീറ നോക്കി ലൈവായിട്ട് my child is playing with a toy. My child is playing with a toy. Correct. My neighbor singing a song. My neighbor is my neighbor is singing a song. അതാ പാട്ട് കൂടെ കേൾക്കാം. പിന്നെ my sister cutting my sister is cutting vegetable. My sister is cutting vegetables. Correct. ഞാൻ അവിടെ നിന്ന് പറയാൻ വേണ്ടത് നിങ്ങൾ സ്വന്തമായിട്ട് അത്രേ ഉള്ളൂ സർ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആദിത്യ, ആദിത്യ. ഓക്കെ, ആദിത്യ ഇപ്പോൾ ഒരു സിനിമ തിയേറ്ററിന്റെ മുന്നിൽ നിൽക്കാന്ന് വിചാരിക്കും. അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാര്യങ്ങൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറഞ്ഞാൽ ആദിത്യ ഒരു സിനിമ തിയേറ്ററിന്റെ മുന്നിലാണ് ഇപ്പൊ നിൽക്കുന്നത്.
clearing staffs are the staffs are cleaning the theater. Okay. The staff is Staffs cleaning are the. Okay. Staffs എന്ന് പറയുന്നത് staff കേട്ടോ. the Single ആണ്. staff. Okay. Staff എന്നല്ല പറയാറുള്ളത്. Okay. പുതിയ ടീച്ചർമാർ അവിടെ ഉണ്ടാവും, പക്ഷെ സ്റ്റാഫ് എന്ന് പറയും. Yes. Okay. Some men are parking their vehicles. Okay, correct. The children are going to buy some popcorns. അപ്പൊ ing ചേർക്കാൻ വിട്ടുപോയി. The children are going to buy popcorns. അപ്പൊ ചിൽഡ്രൻസ് എന്ന് പറയണ്ട, Children. ചൈൽഡ് ആണ് കുട്ടി. Children. The children are Children are going to buy popcorns. Okay, correct. അടുത്തത്. The owner of the theater ഞങ്ങളെ നോക്കുന്നു. Yes, the owner of watching us. Correct. The owner of the theater is watching us. Okay. And the staff is going to play the movie. The staff is going to play the movie. Okay, very good. Okay, Aditya, very good. Thanks. Okay, very good. Yes. Ini Smita Sadish. Smita. Okay, സ്മിത നിൽക്കുന്നത് ഒരു ഹോസ്പിറ്റലിന് മുന്നിലാന്ന് വിചാരിക്കും. യു ആർ ഇൻ ഫ്രണ്ട് ഓഫ് എ ഹോസ്പിറ്റൽ. അപ്പൊ അവിടെ നിന്നിട്ട് സ്മിത നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞു എല്ലാം പ്രസന്റ് കണ്ടിന്യൂസിലായിരിക്കും കേട്ടോ. സബ്ജക്ട് കഴിഞ്ഞാൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് വരണം, ഇല്ലെങ്കിൽ ഒരെണ്ണം, പിന്നെ വെർബിന്റെ കൂടെ ഒരു ing. ബാക്കിയൊക്കെ ഇഷ്ടമുള്ളത് ചേർക്കും. ഡോക്ടർമാർ നടന്നു പോകുന്നു അല്ലെങ്കിൽ നടക്കുന്നു. Doctors are walking. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം ആ ഡോക്ടർമാര് നടന്നു പോകുന്നത് ആ ഇടനാഴിയിലൂടെയാണ്. ആ ഇടനാഴി എന്നുള്ളത് നമുക്ക് കോറിഡോർ എന്ന് പറയാം. ഡോക്ടേഴ്സ് ആർ വാക്കിംഗ് ത്രൂ ദി കോറിഡോർ. along the corridor. Yes. അപ്പൊ നോക്കിക്കഴിഞ്ഞപ്പോ ഒരു നേഴ്സ് ഇഞ്ചക്ഷൻ എടുക്കുന്നു. അതൊന്ന് പറഞ്ഞേ. മനസ്സിലായില്ല സർ. നേഴ്സ് ഇഞ്ചക്ഷൻ എടുക്കുന്നതാണ് ഒരു പേഷ്യന്റിന്. അതൊന്ന് പറഞ്ഞു. അപ്പൊ നമുക്കത് ഗീവ് എന്ന് പറയും, ഇഞ്ചക്ഷൻ നൽകുന്നു. അപ്പൊ വൺ നേഴ്സ് ഈസ് ഗിവിംഗ് an injection to the patient. അപ്പൊ ശരിക്കും ഇത് ഹോസ്പിറ്റലാണ് മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടില്ല. അവിടെ നോക്കുക നിങ്ങള് ഹോസ്പിറ്റൽ എന്തൊക്കെ ഉണ്ടാവും, രോഗികളുണ്ടാവും, പിന്നെ ചെറിയൊരു ചായക്കട ഉണ്ടാവും, ക്യാൻറ്റീൻ ഉണ്ടാവും, അവിടെ ചായ കുടിക്കുന്ന ആൾക്കാരുണ്ടാവും, ചിലപ്പോ ചില ആൾക്കാർ മൊബൈല് നോക്കുന്നുണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളില്ലേ. അത് ഒരു സബ്ജക്റ്റ് പറയാ, അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് പറയാ, വെർബ് പറയാ, ഏജ് പറയാ. അത്രയുള്ള കേസ്. ഓക്കെ, ആലോചിച്ചു. വെരി ഗുഡ്. യെസ്, അഞ്ജന കേക്ക്. അഞ്ജന. അപ്പൊ ഞാൻ നേരത്തെ അവരോട് പറഞ്ഞു, ഒരാൾ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു, ഒരാൾ സിനിമ തിയേറ്റർ. ഞാൻ അഞ്ജനോട് ഇന്ന സ്ഥലം ഒന്നും പറയണില്ല. We are studying for the exam. Yes, we are studying for the exam. Okay. She is writing a letter. Okay. She is singing a beautiful song. Okay, she is singing a beautiful song. Okay.
They are decorating the hall. They are decorating the hall. Very good. നല്ല സെന്റൻസ്. ഓക്കെ അഞ്ജന, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. കറക്റ്റ് ആണ് എല്ലാം പറഞ്ഞ് കറക്റ്റ് ആണ്. ഓക്കെ വെരി ഗുഡ്. യെസ് ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കിയത് സിമ്പിൾ ഫ്യൂച്ചറിന്റെ നെഗറ്റീവ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കിയത് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ ടെൻസിനെ കുറിച്ചാണ്. ആ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിൽ സബ്ജക്ട് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, പിന്നെ വെർബ്, അതിന്റെ കൂടെ ഒരു ഐഎൻജി. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ അത്ര നോക്കിയിരുന്നാൽ മതി എന്താണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നുള്ളത്. ഓക്കെ യെസ്. ഇനി നമുക്ക് കുറച്ച് ഇംഗ്ലീഷിലെ ചോദ്യങ്ങൾ ചോദിക്കാം. യെസ്. ഇനി ഞാൻ ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഗഹനമായിട്ടൊന്ന് ആലോചിച്ച് പോകണ്ട. ഇത് ഒന്നില്ലെങ്കിൽ ഒരു പഴഞ്ചൊല്ലിന്റെ ബാക്കിയായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതികളായിരിക്കും. യെസ്. അപ്പോ നിങ്ങൾ ഈ കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം തോന്നുന്നത് എന്താണോ അതായിരിക്കും അതിന്റെ ഉത്തരം. അല്ലാതെ ഗഹനമായിട്ടൊന്ന് ആലോചിച്ച് പോകണം. എല്ലാവരും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. അപ്പൊ നമ്മൾ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എ പിക്ചർ ഈസ് വർത്ത്, WORTH, വർത്ത് ഡാഷ്. എ പിക്ചർ, ആദ്യം പറയുന്ന മൂന്ന് പേരെ നമുക്ക് പരിഗണിക്കാം. എ പിക്ചർ ഈസ് വർത്ത് ഡാഷ്. A picture is worth dash. ആർക്കെങ്കിലും? യെസ്. ഓക്കെ ആദിത്യ, യു ആർ റൈറ്റ്. കറക്റ്റ് ആൻസർ. ആദിത്യ, അഞ്ജന, ശില്പ. ആദിത്യ, അഞ്ജന, Shilpa. It's the correct answer. A picture is worth 1,000 words. 1000 വാക്കുകളേക്കാൾ ശക്തമാണ്, മൂല്യമുള്ളതാണ് ഒരു ചിത്രത്തിൽ. ഓക്കെ അല്ലെ? നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ ഒരു ബാഗ് പിടിച്ചുകൊണ്ട് ഓടുന്ന കുട്ടിയുടെ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും തൊട്ടടുത്തൊരു ചെറിയ സ്കൂളുണ്ട്, അവിടെ വികൃതികളായ കുട്ടികളുണ്ട്, അവര് റോഡിന് കുറുകെ ചാടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഡ്രൈവറായ ഞാൻ വാഹനം വേഗത കുറച്ച് ഓടിക്കണം, ശ്രദ്ധയോടുകൂടി ഓടിക്കണം ഇവിടെ എന്നാണ് പിക്ചർ പറയുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ എഴുതി വെക്കുന്നതിനേക്കാൾ നല്ലതാണ് അവരൊറ്റ പിക്ചർ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എവരി ക്ലൗഡ് ഹാസ് എ ഡാഷ്. എവരി ക്ലൗഡ് ഹാസ് എ ഡാഷ്. അഞ്ജന, സമീറ, ശില്പ. സമീറ ആൻഡ് ശില്പ. ഓക്കെ, ഇത് കറക്റ്റ് ആൻസർ ആണ്. എവരി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ്. നമ്മൾ ഈ മഴക്കാലമാകുമ്പോ ഈ ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാല് ആ മഴമേഘങ്ങൾക്കിടയിൽ ഒരു വെള്ളിരേഖ കാണാം. യെസ്. അപ്പൊ അത് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ വന്നു കഴിയുന്ന സമയത്ത് there is a hope, ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എപ്പോഴും എന്ന് പറയുന്ന സംഗതിയാണ്.
അടുത്തത് it is better to be safe than dash. It is better to be safe than dash. Okay, Shilpa. Devika, Aditya. Correct answer. It is better to be safe than sorry. അതായത് സോറി നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അവൻ നമ്മളോട് സോറി പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഒരു ബന്ധുവിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും അദ്ദേഹത്തെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയിരിക്കുകയുമാണ്. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന ഡോക്ടർ നമ്മുടെ കയ്യിൽ തൊട്ടിട്ട് അല്ലെങ്കിൽ തോളത്ത് തട്ടിട്ട് പറയുന്നത് ഐ എം സോറി. ആ സോറി നമുക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടാത്തതാണ്. അല്ല, ടു ബി സേഫ് ഐ എം സോറി. ഓക്കെ, അടുത്ത സിമ്പിൾ ആണ്. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഡാഷ്. Necessity is the mother of. Okay, Samira. Anjana Devika. Anjana and Devika. Okay, Aditya correct. Yes, necessity is the mother of invention. അത്യാവശ്യമാണ് കണ്ടുപിടുത്തത്തിന്റെ. അത്യാവശ്യമാകുമ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഈ കണ്ടുപിടിച്ച സംഗതി പ്രാവർത്തികമാക്കുന്നതിന് വേറൊരു പേര് പറയാം. അതിന് പറയുന്ന പേരാണ് ഇന്നോവേഷൻ. അപ്പൊ എന്താണ് ഇന്നോവേഷൻ? The commercial application of invention is called innovation. The commercial application of invention is called innovation. അതിനെയാണ് നമ്മൾ ഇത് പറയുന്നത് ഇന്നോവേഷൻ. ഐഡിയ കണ്ടുപിടിച്ചു നടപ്പിലാക്കുന്നതിനെയാണ് ഇന്നോവേഷൻ. യെസ്, അടുത്തത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇൻവെൻഷനും അതിനോടൊപ്പം തന്നെ ഡിസ്കവറിയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അറിയോ? ഇൻവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിക്കുക, ഡിസ്കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിക്കുക. പക്ഷെ അത് തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എക്സാമ്പിൾ പറയുകയും ചിലപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. ക്രിസ്റ്റഫർ കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക. അലക്സാണ്ടർ ഫ്ലെമിംഗ് ഇൻവെന്റഡ് പെൻസിൽ. ഇങ്ങനെ പറയുള്ളൂ. അത് മാറ്റി പറഞ്ഞാൽ തെറ്റാണ്. അതായത് ക്രിസ്റ്റഫർ കൊളംബസ് ഇൻവെന്റഡ് അമേരിക്ക എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അലക്സാണ്ടർ ഫ്ലെമിംഗ് ഡിസ്കവേർഡ് പെൻസിലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. ഇൻവെന്റ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുക എന്നാണ്. ഡിസ്കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കണ്ടുപിടിക്കുക. നിങ്ങളത് ഓർത്തിരിക്കുക. മുൻപ് ഉണ്ടായിരുന്ന ഒരു സാധനത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഡിസ്കവർ. മുൻപ് ഇല്ലാതിരുന്ന ഒരു സാധനത്തിന് പുതിയതായിട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനെ ഇൻവെന്റ് എന്ന് പറയും. ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കാൻ പോകുന്നതിന് മുമ്പും അമേരിക്ക അവിടെ ഉണ്ട്. ഉള്ള ഒരു സാധനത്തിനെയാണ് ആര് കണ്ടുപിടിച്ചത്? ക്രിസ്റ്റഫർ കൊളംബസ് കണ്ടുപിടിച്ചത്. അതാണ് കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക എന്ന് പറയുന്നത്. അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് പെൻസിലിൻ എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഈ സംഗതി ഇല്ല. ഇല്ലാത്തൊരു സാധനത്തിനെയാണ് അലക്സാണ്ടർ ഫ്ലെമിംഗ് കണ്ടെത്തിയത്. അപ്പൊ അത് ഇൻവെൻഷൻ. യെസ്, അടുത്തത് പ്രാക്ടീസ് മേക്സ് ഡാഷ്. Practice makes dash. Anjana correct. Anjana, Devika, Aditya. Anjana, Devika, Aditya. Better അല്ല, പെർഫെക്റ്റ് ആണ് കേട്ടോ. പ്രാക്ടീസ്
മേക്സ് മാൻ പെർഫെക്റ്റ്. പെർഫെക്റ്റ് ആകുന്നു. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ സമീറ. ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ്. COUNT, count. Don't count your chickens before dash. Don't count your chickens before dash. Anjana, Aditya, Devi. Okay, very good, very good. Correct. ഇത് വെച്ച് കഴിഞ്ഞാല് വിരിയുന്നതിന് മുമ്പേ നമ്മൾ എണ്ണാൻ തുടങ്ങരുത്. മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്ന് പറയാറില്ലേ? കോഴിയാട വെച്ച് പതിയെ സ്വപ്നം കാണുകയാണ്. ഈ കോഴികളെ, ഈ മുട്ടയെല്ലാം വിരിഞ്ഞ് കോഴി ഉണ്ടായി, അതെല്ലാം പിടക്കോഴിയാവുകയും ആ പിടക്കോഴി വീണ്ടും മുട്ടയിടുകയും ആ മുട്ട വീണ്ടും അടവയ്ക്കുകയും അത് വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് വീണ്ടും പിടക്കോഴികൾ ഉണ്ടാവുകയും വീണ്ടും അടവയ്ക്കും. അങ്ങനെ നമ്മളിങ്ങനെ സ്വപ്നങ്ങൾ കാണൂലേ? അങ്ങനെ സ്വപ്നങ്ങൾ ഒരിക്കലും കാണരുത്. മലർപ്പൊടിക്കാരന്റെ സ്വപ്നങ്ങൾ പോലെ സ്വപ്നങ്ങൾ കാണരുത്. അടുത്ത ഒരു പക്ഷേ നിങ്ങൾ ചിലപ്പോ ആരെങ്കിലും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. Absence makes the heart grow dash. Absence makes the heart grow. Okay, Devika. Aditya. Mention. ഓക്കെ, ഇങ്ങനൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും? ഇല്ല. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ദേവിക, വെരി ഗുഡ്. അതായത് ചില ആളുകളെ നമ്മൾ കാണാതിരിക്കുമ്പോഴാണ് അയാളെ നമ്മൾ നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, നമ്മൾ എത്രമാത്രം അയാളെ മിസ്സാവുന്നുണ്ട് അല്ലെങ്കിൽ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. എന്നും കാണുന്ന ഒരാളെ കാണാതിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര അസ്വസ്ഥയായിരിക്കും. കാണുമ്പോൾ നമ്മൾ തന്നെ വിളിക്കുമ്പോൾ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, സമ്മതിച്ചു. എന്നാലും ആബ്സെൻസ് മേക്സ് ദ ഹാർട്ട് ഗ്രോ ഫോണ്ടർ. കാണാതിരിക്കുമ്പോഴാണ് ഇഷ്ടം കൂടുന്നത്. യെസ്. അടുത്തത്. ക്യൂരിയോസിറ്റി കിൽഡ് ഡാഷ്. ഓക്കെ ദേവിക, ആദിത്യ, ശില്പ. Devika, Aditya, and Shilpa. It's a correct answer. Yes, correct. Curiosity killed the cat. Correct answer. അടുത്തത് വെരി വെരി സിമ്പിൾ ആണ്. നമ്മൾ പലരോടും പറഞ്ഞിട്ടുള്ള വാചകമാണ്. പറയുമ്പോൾ വേറൊരു രീതിയിലാണ് പറയാന്ന് മാത്രമേ ഉള്ളൂ. ചോദ്യം ഇതാണ്. Every dog has a dash. ദേവിക, സമീറ, അഞ്ജന. ദേവിക, സമീറ, അഞ്ജന. ഡേ ആണ്. ഡേ, ഡോഗ് അല്ല. എവരി ഡോഗ് എന്റെ വാചകത്തിലുണ്ട്. എവരി ഡോഗ് ഹാസ് എ ഡേ. എല്ലാ നായ്ക്കൾക്കും ഉണ്ട് ഒരു ദിവസം. ഒരു ദിവസം എനിക്കും ഒരു ദിവസമുണ്ട്, അന്ന് ഞാൻ തിരിച്ചു വരും എന്നുള്ള രീതിയിൽ. അടുത്തത്. Good things come to those dash. Good things come to those dash. Devika, Shilpa, Aditya. Devika, Shilpa, Aditya. It's a correct answer. Good things സംഭവിക്കുന്ന എപ്പോഴും ആർക്കാണ്? ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നവനാണ് നല്ല കാര്യങ്ങൾ എപ്പോഴും സംഭവിക്കുക. അടുത്തത്. The grass is always greener dash. The grass is always greener dash. Devika, Anjana, Shilpa. ദേവിക, അഞ്ജന, ശില്പ. ഓക്കെ, എല്ലാവരും പറഞ്ഞത് ശരിയാണ്. സമീറയും ആദിത്യം പറഞ്ഞതൊക്കെ കറക്റ്റ് തന്നെയാണ്. അതായത് ഓൺ ദ അതർ സൈഡ്, അക്കരപ്പച്ച എന്ന് പറയുന്നത് ഇവിടെ നോക്കുമ്പോൾ അപ്പുറത്ത് നോക്കുമ്പോൾ ഇപ്പുറത്ത്. യെസ്. അടുത്ത്. ക്ലീൻലിനെസ്.
CLE AN LI NE double S. Cleanliness is next to dash. ദേവിക അഞ്ജന. ആദിത്യ. കറക്റ്റ് ആണ്. ദാറ്റ് ഈസ് നിയർ ടു ഗോഡ്ലിനെസ്, ദൈവികത്വം. യെസ്. അടുത്തത് ഡോണ്ട് ബൈറ്റ്, BITE, ഡോണ്ട് ബൈറ്റ് ദ ഹാൻഡ് ഡാഷ്. ദേവിക അഞ്ജന ശില്പ. ദേവിക അഞ്ജന ശില്പ. ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്, കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ആ ചോദ്യത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ദീപാവലിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. All the questions are connected with ദീപാവലി. ഓക്കെ, ദീപാവലിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഒരു മിനിറ്റ്. അതെ, അത് വിട്ടുതരും, അത് വിട്ടുതരും. ഓക്കെ 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 ഓക്കെ, അത് വിട്ടുതരും. യെസ്. ഓക്കെ ദേവിക, വിട്ടോളൂ 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 വിട്ടോളൂ. യെസ്. അപ്പോ അടുത്ത ചോദ്യം ചോദിക്കുന്നതിന്റെ ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ ഇ എന്നാണ്. ഇ, എലിഫന്റ് എന്ന് എഴുതുന്ന ഇ എന്ന് പറയുന്ന അക്ഷരത്തിലാണ് ഫസ്റ്റ് ലെറ്റർ വേണ്ടത്. ഓക്കെ, ആ ഫസ്റ്റ് ലെറ്ററിൽ ആദ്യത്തെ ചോദ്യം കൊണ്ട. യെസ്, ക്വസ്റ്റ്യൻ ഇതാണ്. A piece of jewelry, piece means PIECE, piece. A piece of jewelry worn, WOR, on the ear. Devika, Megha, Shilpa. Devika, Megha നേരത്തെ വന്നിട്ടില്ല അല്ലേ? Megha and Shilpa. Okay. Correct answer ആണ്. A piece of jewelry worn on the ear, that is called earrings. EARINGS. അടുത്തത്, a sound that is reflected. ദേവിക, സമീറ, ശില്പ. ദേവിക, സമീറ and ശില്പ. ഓക്കെ ആദിത്യ, ഓക്കെ മേഘ, correct answer ആണ്. Echo, echo. Yes. അടുത്തത്, a long fish, a long fish that looks like a snake. A long fish. Anjana, Aditya, Devika. Anjana, Aditya, Devika. It's a correct answer. E. L. E. Okay. Okay, okay, Aditya. Just an imaginary line. An imaginary line around the middle of the earth. An imaginary line. Devika, Anjana, Shilpa. Devika, Anjana, Shilpa. Is that correct?
ഓക്കെ ആദിത്യ കറക്റ്റ് ആൻസർ ആണ്. ഇക്വേറ്റർ ഭൂമധ്യരേഖ. യെസ്. അടുത്തത് ഞാൻ ഒരു അർത്ഥമാണ് പറയുന്നത്. നിങ്ങൾ അതിന്റെ ഒരു വൺവേഡ് പറഞ്ഞാൽ മതി. 2 വാക്കുകളൊക്കെ ഉണ്ട്. ടു മേക്ക് പീപ്പിൾ മൂവ് ഔട്ട് ഓഫ്. I will repeat. To make the people move out of where they are living. To make the Devika, Anjana, Shilpa. Devika, Anjana, Shilpa. Okay. Evict. Correct answer. അല്ലെങ്കിൽ ഇവാക്യുവേറ്റ് എന്ന് പറയും. ഒഴിപ്പിക്കാതാണ്. കുടി ഒഴിപ്പിക്കാതൊക്കെ പറയില്ലേ, ആ സംഗതിയാണ്. അടുത്തത് പീപ്പിൾ ലിവിംഗ് ഇൻ ഐസ്. ICE, ഐസ്. പീപ്പിൾ ലിവിംഗ് ഇൻ ഐസ് നിയർ ദി ആർട്ടിക് കോസ്റ്റ്. COAST കോസ്റ്റ്. ദേവിക വിളിക്കുകയാണല്ലോ. ദേവിക, അഞ്ജന, ആദിത്യ. ദേവിക, അഞ്ജന, ആദിത്യ. ഓക്കെ. അതിന്റെ ആൻസർ ആണ് എസ്കിമോസ്. കറക്റ്റ്. അടുത്തത് എ മെഷീൻ. MECHINE. എ മെഷീൻ that provides power to the vehicle. A machine that provides power to Anjana, Anju, Samira. Anjana, Anju നേരത്തെ വന്നിട്ടില്ലല്ലോ. അഞ്ചു, സമീറ. ഓക്കെ കറക്റ്റ് ആണ്. അടുത്തത് when the moon comes between sun and earth. The moon comes between sun and earth. Anju, Anjana, Aditya. Anju, Anjana, and Aditya. Yes, eclipse. Answer is eclipse. Okay, Devika, correct. An income, INCOME. An income for doing work. Anju, Anjana, Devika. Anju, Anjana, Devika. It's a correct answer. That is called earnings. A large bird with strong eyesight. EYE. A large bird with strong eyesight. Aditya, Devika, Anju. Aditya, Devika, Anju. Yes. Okay. A large bird with strong eyesight. That is what is called eagle. The study of how the money is used. The study of how money is used. Anju, Shilpa,
അഞ്ജന. അഞ്ജു, ശില്പ, അഞ്ജന. യെസ്, ഓക്കെ ഓക്കെ. അടുത്ത ചോദ്യം ഇതാണ്. ഓപ്പോസിറ്റ് ഓഫ് എക്സിറ്റ്, EXIT, ഓപ്പോസിറ്റ് ഓഫ് എക്സിറ്റ്. സമീറ, മേഘ, അഞ്ജു. സമീറ, മേഘ, ഓക്കെ. അപ്പൊ ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ഞാൻ അതിന്റെ മാർക്ക് പറയാം. യെസ്, അപ്പൊ ഞാൻ ആൻസർ വായിക്കാം. മേഘ 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അഞ്ജു 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. സമീറക്കും 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ദേവികയ്ക്ക് ദേവികയല്ല, ശില്പയ്ക്ക് 12 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 12 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ആദിത്യക്കും 12 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 12 ആദിത്യ. ഇനി അഞ്ജനയ്ക്ക് 18 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 18 പോയിന്റ്. പിന്നെ കൂടുതൽ പോയിന്റ് ലഭിച്ചത് ദേവികയ്ക്കാണ്. ദേവികയ്ക്ക് 19 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇന്ന് നിങ്ങൾ വളരെ കൃത്യമായിട്ടൊക്കെ പങ്കെടുത്തു, കൃത്യമായിട്ടൊക്കെ ഉത്തരങ്ങളൊക്കെ പറഞ്ഞു. നമ്മളൊരു ടെൻസിനെ സിമ്പിൾ ഫ്യൂച്ചറിന്റെ ഒരു ടെൻസിനെ കുറിച്ചും അത് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഒരു ടെൻസിനെ കുറിച്ചും നമ്മൾ സൂചിപ്പിച്ചു. ഇനി അതിന്റെ നെഗറ്റീവ് ആയിട്ടുള്ളതും ക്വസ്റ്റ്യൻ പോലെയുള്ള വാചകങ്ങളെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ഓക്കെ. Okay.